വേവ് ഒപ്റ്റിക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് ഹൈജൻസ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഹൈജൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വേവ് ഫ്രണ്ടിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അക്കോർഡിംഗ് ടു വാട്ട് ഹൈജൻ സെഡ്, എവ്രി പോയിന്റ് അല്ലെങ്കിൽ എവ്രി സോഴ്സ്, നമ്മൾ ഏതൊരു സോഴ്സ് എടുത്താലും അതൊരു പോയിന്റ് സോഴ്സ് ആവട്ടെ, ലീനിയർ സോഴ്സ് ആവട്ടെ, ഏതൊരു സോഴ്സ് എടുത്താലും there will be wave front produced around it. ഈ ഓരോ സോഴ്സിന് ചുറ്റും കുറച്ച് വേവ് ഫ്രണ്ട്സ് ഉണ്ടാകും. അപ്പൊ എന്താണ് ഈ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ it corresponds to those points which are vibrating in phase. Wavefront is the locus of all the points which are vibrating in phase. ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നടുക്ക് ഞാൻ നിൽക്കുന്നു, നിങ്ങൾ എല്ലാവരും എൻ്റെ ചുറ്റും ഒരു സർക്കിളിൽ നിൽക്കുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും എൻ്റെ ചുറ്റും ഒരു സർക്കിളിൽ നിൽക്കുന്നു. എല്ലാവരും ഈക്വൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, എല്ലാവരും ഈക്വൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സോ ഇപ്പൊ ഞാൻ നല്ലൊരു ബൾബ് ആണെന്ന് വിചാരിച്ചു. ക്ലാസ് റൂമിന് നടുക്ക് ഒരു ബൾബ് ഉണ്ട് ഇവിടെ സെന്ററിൽ. ദിസ് ഇസ് എ ബൾബ്. വി ആർ ഓൾ സ്റ്റാൻഡിങ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ ബൾബ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യാൻ പോകുന്ന എനർജി സെയിം ആയിരിക്കും ബൾബിന്റെ. അപ്പൊ സപ്പോസ് ബൾബിന്റെ എനർജി നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ തുള്ളിച്ചാടുമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യാൻ പോകുന്ന എനർജി സെയിം ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരും തുള്ളിച്ചാടാൻ പോകുന്ന സന്തോഷത്തോടെ അപ്പ് ആൻഡ് ഡൗൺ തുള്ളിച്ചാടാൻ പോകുന്നത് ഒരേ രീതിയിലായിരിക്കും. സോ ബേസിക്കലി ഇൻ ഫേസ്, വൈബ്രേറ്റിംഗ് ഇൻ ഫേസ് എന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ തുള്ളിച്ചാടുക, അതാണ് മലയാളത്തിൽ പറഞ്ഞത്. സോ ദ ലോക്കസ് ഓഫ് ഓൾ ദി പോയിന്റ്സ് which are vibrating in phase. ലോക്കസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ജോയിൻ ചെയ്യുന്നൊരു ലൈൻ എന്നാണ് അർത്ഥം. ഈ എല്ലാ പോയിന്റ്സിനെയും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ. സോ ദ ലോക്കസ് ഓഫ് ഓൾ ദി പോയിന്റ്സ് which are vibrating in phase, അതിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ കിട്ടി. Every point on a wavefront will act as a secondary source of disturbance. Every point on a wavefront will act as a secondary source of disturbance, sending out secondary wavelets. അപ്പോൾ ഒരു വേവ് ഫ്രണ്ടിന്റെ എല്ലാ പോയിന്റ്സും എന്തായിട്ട് ആക്ട് ചെയ്യും? സെക്കൻഡറി സോഴ്സ് ഓഫ് ഡിസ്റ്റർബൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് they send out secondary wavelets. They send out secondary wavelets. And the forward envelope of these secondary wavelets will give you the secondary wave front. I repeat once again. The locus of all the points vibrating in phase constitute the primary wavefront. Every point on the wavefront will act as a secondary source of disturbance. അപ്പൊ ഓരോ സോഴ്സും, ഈ ഓരോ പോയിന്റും will act as a source itself, sending out secondary wavelets. ഈ സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ ഫോർവേഡ് എൻവലപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചാൽ ബാക്ക്വേർഡ് എൻവലപ്പിന്റെ എഫക്ട് ക്യാൻസൽ ആയി പോകും. ഫോർവേഡ് എൻവലപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു പോയാൽ ദാറ്റ് ഗിവ്സ് യു ദ സെക്കൻഡറി വേവ് ഫ്രണ്ട്. ഇതാണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ. പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ, ഒരു പോയിന്റ് സോഴ്സ് ആണ് നമുക്കുള്ളതെങ്കിൽ എന്ത് വേവ് ഫ്രണ്ട് ആയിരിക്കും വരിക? പോയിന്റ് സോഴ്സ്. ഇപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്ന ഒരു പോയിന്റ് സോഴ്സ് ആണ് ഓൾറെഡി. അതിന് ചുറ്റും വരാൻ പോകുന്നത് സ്പെരിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. പോയിന്റ് സോഴ്സിന് ചുറ്റും വരാൻ പോകുന്നത് സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അതേസമയം നമ്മുടെ കയ്യിലുള്ളത് ഒരു ലീനിയർ സോഴ്സ് അല്ലെങ്കിൽ ലൈൻ സോഴ്സ് ആണെന്ന് വിചാരിച്ചു. ലൈൻ സോഴ്സ് അല്ലെങ്കിൽ ലീനിയർ സോഴ്സ്, നമ്മൾ വരാൻ പോകുന്നത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ലീനിയർ സോഴ്സ് ഓർ ലൈൻ സോഴ്സ് ആണെങ്കിൽ വരാൻ പോകുന്നത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ വി ഹാവ് എ ലൈൻ സോഴ്സ് ഓർ എ ലീനിയർ സോഴ്സ്. അവിടെ വരാൻ പോകുന്ന എന്താണ്? സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, ഒരു പോയിന്റ് സോഴ്സ് എടുക്കുമ്പോൾ അവിടെ സ്പെരിക്കൽ വേവ് ഫ്രണ്ടും, ലൈൻ സോഴ്സ് ഓർ ലീനിയർ സോഴ്സ് എടുക്കുമ്പോൾ അവിടെ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ടുമാണ് വരാൻ പോകുന്നത്. പുറത്തു വയ്ക്കുക. ഇനിയും അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ്, നമ്മളൊരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആകട്ടെ, ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആകട്ടെ, അങ്ങ് ദൂരെ ദൂരെ ഒരു ഡിസ്റ്റൻസില് it appears like a plain wavefront. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ടോ
At a large distance, it appears like a plain wavefront. Okay, അപ്പൊ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഹൈജൻ പറഞ്ഞ നമ്മുടെ ഐഡിയ റിഗാർഡിംഗ് എ wavefront. ഈ ഹൈജൻ പറഞ്ഞ ഈ ഐഡിയ ബേസ് ചെയ്ത് നമ്മൾ ആദ്യം നമ്മുടെ ന്യൂട്ടോണിയൻ ഫിസിക്സ് എല്ലാം വളരെ സ്ട്രോങ് ആയിരുന്ന സമയത്ത് ലൈറ്റിന് ഒരു റേ നേച്ചർ ഉണ്ടെന്ന് മാത്രമാണ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. അന്ന് വേവ് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പല തിയറീസും ഒക്കെ പറഞ്ഞു കുറെ ആൾക്കാർ. പക്ഷെ ന്യൂട്ടോണിയൻ ഫിസിക്സ് വാസ് സോ സ്ട്രോങ് ദാറ്റ് പീപ്പിൾ വെർ നോട്ട് റെഡി ടു എഗ്രി ദാറ്റ് ദർ വാസ് എ വേവ് നേച്ചർ ഫോർ ദ ലൈറ്റ്. പക്ഷെ പിന്നീട് എക്സ്പെരിമെന്റ്സ് ഡൺ ബൈ തോമസ് യങ് ഒക്കെയാണ് പ്രൂവ് ചെയ്തത് ലൈറ്റ് ഹാഡ് എ വേവ് നേച്ചർ എന്ന്. അപ്പൊ അദ്ദേഹം ചെയ്തത് എക്സ്പെരിമെന്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അപ്പൊ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഫേമസ് ഇക്വേഷൻസ് ഓർത്തു വെക്കാനുണ്ട്. അപ്പൊ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വരുമ്പോൾ ആദ്യം അവിടെ ഓർത്തു വെക്കേണ്ടത് ഇറ്റ് ഈസ് അബൌട്ട് ദ ബേസിക് കണ്ടീഷൻസ് ഫോർ ഇന്റൻസിറ്റി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ആദ്യം മക്കൾ ഓർക്കേണ്ടത് ഇന്റൻസിറ്റി പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇന്റൻസിറ്റി പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി, രണ്ട് വേവ് ഇന്റർഫിയർ ചെയ്താൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos phi ആണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ആണ് എഴുതുന്നതെങ്കിൽ I is equal to I1 plus I2 plus 2 root I1 I2 cos phi is the formula. മക്കളെ ഇവിടെ phi എന്ന് വെച്ചാൽ phase difference ആണ്. Phi എന്ന് വെച്ചാൽ phase difference. And the phase difference is equal to, phi എന്ന് വെച്ചാൽ phase difference ആണ്. The phase difference is equal to 2 pi by lambda into the path difference. Phase difference is equal to 2 pi by lambda into the path difference. This is very, very important relationship. Okay, very important. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് if I1 equal to I2 equal to I0 ആണെങ്കിൽ, if I1 equal to I2 equal to I0 ആണെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം I is equal to 4I0 cos square phi by 2. I is equal to 4I0 cos square phi by 2. മക്കൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ 4I0 എന്ന് പറയുന്നതാണ് മാക്സിമം ഇന്റൻസിറ്റി, I0 അല്ല. I0 is the individual intensity. 4I0 എന്ന് പറയുന്നതാണ് ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി. ചില ക്വസ്റ്റ്യനിൽ അവർ 4I0 പകരം അവർ പറയും മാക്സിമം ഇന്റൻസിറ്റി I0 ആണ് എന്ന് പറയും. അപ്പൊ ഇവിടെ മക്കൾ 4I0 എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ I0 എടുത്താൽ മതി. അപ്പോൾ I is the maximum, 4I0 is known as the maximum intensity. ഓർത്ത് വയ്ക്കുക, 4I0 is known as the maximum intensity. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. അപ്പോ ഇന്റൻസിറ്റിയുടെ കണ്ടീഷൻസ് എഴുതി. ഇനി നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ പാത്ത് ഡിഫറൻസ് എടുക്കാം. അപ്പൊ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈറ്റ് രണ്ട് പോയിന്റിൽ നിന്ന് വരുമ്പോൾ വരുന്ന പാത്ത് ഡിഫറൻസ്. അപ്പൊ ഇതാണ് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റിന്റെ അറേഞ്ച്മെന്റ്. ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നു, ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നു. ഈ രണ്ട് പാത്തും തമ്മിൽ, ഈ രണ്ട് ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അതാണ് പാത്ത് ഡിഫറൻസ്. S1 S2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ D എന്നും ഈ സ്ലിറ്റ്സും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ D എന്നുമാണ് എടുക്കുക. ഓക്കെ, അപ്പൊ S1 S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ്, സ്മോൾ d is a distance between the slits, capital D distance between the slit and the screen. ഈ സ്ക്രീനിന്റെ സെന്ററിൽ നിന്ന് രണ്ട് ബാൻഡ്സ് ആണ് യങ്സിൽ മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ്. അപ്പൊ ആദ്യം പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻ എഴുതാം. ദ പാത്ത് ഡിഫറൻസ് വിൽ ബി കറസ്പോണ്ടിങ് ടു പാത്തിലുള്ള ഡിഫറൻസ്, അതാണ് പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു y d by d. ഇതാണ് പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ y d by d. സ്മോൾ d എന്താണെന്ന് അറിയാം. സ്മോൾ d is actually the slit distance between the slits. Capital D is the distance between the slit and the screen. Okay,
y അല്ലെങ്കിൽ x അത് ഈ ഡിസ്റ്റൻസ് ആണ്. ഞാൻ എഴുതിയേക്കുന്ന xn എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഓഫ് ദ ബ്രൈറ്റ് ബാൻഡ് ഓർ ദ ഡാർക്ക് ബാൻഡ്. അതാണ് y എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എടുക്കുമ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് മെയിൻലി എഴുതേണ്ടി വരിക. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ബാൻഡിന്റെ കണ്ടീഷൻ. ഇവിടെ സ്ക്രീനിൽ രണ്ട് ബാൻഡ്സ് ആണ് ഫോം ചെയ്യുക. ബ്രൈറ്റ് ബാൻഡ്സ് ഫോം ചെയ്യും, ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യും. ബ്രൈറ്റ് ബാൻഡ് നമുക്ക് മാക്സിമ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്, ബ്രൈറ്റ് ബാൻഡ്. And the condition for bright band is the distance yn should be equal to n lambda d by d. ഇതാണ് കണ്ടീഷൻ. ബ്രൈറ്റ് ബാൻഡ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ എഴുതിയിട്ടുള്ളത്. എ ബ്രൈറ്റ് ബാൻഡ് വിൽ ബി ഫോംഡ് at a distance of n lambda d by d from the center, where n is going to be equal to, n the value is going to be equal to 0, 1, 2, etc. ഇതാണ് n ന്റെ വാല്യൂ. ഓക്കെ, ബ്രൈറ്റ് ബാൻഡിന്റെ കണ്ടീഷൻ ആണ് സാർ ആദ്യം എഴുതിയത്. yn is equal to n lambda d by small d. ഇനി ഡാർക്ക് ബാൻഡിന്റെ കണ്ടീഷൻ. ഡാർക്ക് ബാൻഡിനെ നമുക്ക് മറ്റൊരു പേരുകൾ വിളിക്കാം. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മിനിമയാണ് ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് മിനിമ ഓർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ്. ഡാർക്ക് ബാൻഡിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് yn, the distance of the dark band is equal to 2n plus 1 lambda, 2n plus 1 lambda d by 2d. ഇതാണ് ഇക്വേഷൻ. ഇവിടെ lambda is a wavelength, okay? n ന്റെ വാല്യൂ starts from 0, 1, 2, etc. ഇതാണ് y ന്റെ ഇക്വേഷൻ, 2n plus 1 lambda d by 2d. അപ്പൊ മക്കളെ സ്ക്രീൻ എടുക്കുമ്പോൾ സ്ക്രീനിൽ ഫോം ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ആയിരിക്കും. സ്ക്രീനിൽ ഫോം ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ആയിരിക്കും. നടുക്കത്തെ ബ്രാഞ്ച് വിൽ ബി എ ബ്രൈറ്റ് ബാൻഡ്. നടുക്കത്തെ ബ്രാൻഡ് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. തൊട്ടപ്പുറമുള്ളത് ഡാർക്ക് ബാൻഡ് ആയിരിക്കും. വീണ്ടും ബ്രൈറ്റ് ബാൻഡ് വരും, വീണ്ടും ഡാർക്ക് ബാൻഡ് വരും. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ നടുക്ക് വരുന്നത് ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും, തൊട്ടപ്പുറം ഡാർക്ക് ബാൻഡ് വരും, പിന്നെ ബ്രൈറ്റ് ബാൻഡ് വരും. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ലൈക്ക് ദാറ്റ്. Okay, so bright band, dark band, bright band, dark band, it keeps on changing. അതാണ് അവിടെ വരുന്ന കണ്ടീഷൻ. Alright, so yn is equal to 2n plus 1 lambda d by 2d. n is equal to 0, 1, 2. So dark band and the minimum or destructive interference ന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്നത് ഡാർക്ക് ബാൻഡ് ആണ് കേട്ടോ. നടുക്ക് വരുന്നത് ബ്രൈറ്റ് ബാൻഡ്, ഇടയിൽ ഡാർക്ക് ബാൻഡ്. അപ്പൊ ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ദ ഡാർക്ക് ബാൻഡ് ആൻഡ് ദ ബ്രൈറ്റ് ബാൻഡ് വിൽ ഹാവ് ദ ഈക്വൽ വിഡ്ത്ത്. നമ്മൾ ആ വിഡ്ത്തിനെ ബാൻഡ് വിഡ്ത്ത് എന്നാണ് വിളിക്കുന്നത്. വി കോൾ ഇറ്റ് ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ഡാർക്ക് ബാൻഡിനും ബ്രൈറ്റ് ബാൻഡിനും ഒരേ വിഡ്ത്ത് ആയിരിക്കും, ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. ദ ബാൻഡ് വിഡ്ത്ത് ബീറ്റ വിൽ ബി ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി. ഇത് ഡാർക്ക് ബാൻഡ് എടുത്താലും ബ്രൈറ്റ് ബാൻഡ് എടുത്താലും വിഡ്ത്ത് സെയിം ആണ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി. അതാണ് ബീറ്റയുടെ വാല്യൂ, ദ വിഡ്ത്ത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ. അപ്പോ ബാൻഡ് വിഡ്ത്ത് ബീറ്റ എഴുതി, ലാംഡ ഡി ബൈ സ്മോൾ ഡി. ഇനി നമുക്ക് അവിടെ ഉള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. സപ്പോസ് യങ്സ് എക്സ്പെരിമെന്റ്, ആ യങ്സിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെ തന്നെ എടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയത്തിൽ കൊണ്ടുപോയി വെച്ചെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ മാറും. ബീറ്റ ബിക്കംസ് ബീറ്റ ഡാഷ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ബീറ്റ ബൈ മ്യൂ. മ്യൂ ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ദ യങ്സ് അപ്പാരറ്റസ് ബീൻ പ്ലേസ്ഡ്. അപ്പോൾ ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ ബീറ്റ ബൈ മ്യൂ ആണ്. സോ മക്കളെ ഇവിടെ മാറുന്നത് ആക്ച്വലി ലാംഡയാണ്. ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ. നിങ്ങൾ ഓർത്തു വെക്കുക, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ, വൺ മീഡിയം ടു അനദർ മീഡിയം, ഇവിടെ മാറുന്ന ക്വാണ്ടിറ്റീസ്, എന്ന് പറഞ്ഞാൽ ഒന്ന് ലാംഡ. ലാംഡ ബിക്കംസ് ലാംഡ ബൈ മ്യൂ. ഓക്കെ, അതുപോലെ വെലോസിറ്റി മാറും, അതുപോലെ ഫ്രീക്വൻസി ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ മാറാതെ നിൽക്കുന്ന ഒരു ടേം ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സോഴ്സ്. മക്കൾ ഓർത്ത് വെക്കുക,
frequency depends only on the source. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറിയാൽ ഫ്രീക്വൻസി മാറില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സോഴ്സ്. പുറത്ത് വെക്കുക കേട്ടോ. Frequency depends only on the source. It does not change when you're moving from one medium to another medium. Okay, it's a very important point. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ച് പഠിക്കാനുള്ള മെയിൻ പോയിന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇറ്റ്സ് അബൌട്ട് ദ ഇന്റൻസിറ്റി റേഷ്യോ. അപ്പൊ യങ്സ് പറയുമ്പോൾ തന്നെ ഇന്റൻസിറ്റി റേഷ്യോ കൂടി സാർ പറഞ്ഞു തരണം. ഐമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഐമാക്സ് is actually proportional to, ഇത് ഇമ്പോർട്ടന്റ് ആണ്, Imax is proportional to A1 plus A2 the whole square ആണ്. അതുപോലെ I minimum എന്ന് പറഞ്ഞാൽ it is proportional to A1 minus A2 the whole square ആണ്. ഓക്കെ, സോ നമ്മളൊരു റേഷ്യോ എടുക്കുമ്പോൾ Imax by Imin, Imax by Imin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is going to be equal to A1 plus A2 the whole square divided by A1 minus A2 the whole square. ഇന്റൻസിറ്റിയുടെ ഫോർമുല ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, root I1 plus root I2 the whole square divided by root I1 minus root I2 the whole square. Okay, അപ്പൊ ഐമാക്സ് ബൈ ഐ മിനിമത്തിന്റെ റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞത്. A1 plus A2 the whole square by A1 minus A2 the whole square, ആംപ്ലിറ്റ്യൂഡിന്റെ ഫോർമുല. ഇന്റൻസിറ്റിയുടെ ഫോർമുല ആണെങ്കിൽ റൂട്ട് W I1 plus root I2 the whole square by root I1 minus root I2 the whole square. ഇറ്റ്സ് an important result. കേട്ടോ, മക്കൾ ഓർത്ത് വെക്കേണ്ട റിസൾട്ട് ആണ്, ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന റിസൾട്ട് ആണ്. അപ്പോ യങ്സ് ഡബിൾ സ്ലിറ്റിനെ കുറിച്ചുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഡിഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇന്റർഫിയറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. So two waves are said to be interfering when they are traveling in the same direction with the same amplitude and frequency when they interfere. അടുത്തത് ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ഒബ്സ്റ്റക്കിൾസ്. ഒരു ഒബ്സ്റ്റക്കിൾ എത്തുമ്പോൾ ലൈറ്റിന്റെ ബെൻഡിങ്ങിനെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന്, വി ഹാവ് എ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. രണ്ട്, വി ഹാവ് എ ഫ്രെനൽ ഡിഫ്രാക്ഷൻ. ഇവിടെ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ the source and the screen will be at an infinite distance. ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനില് സോഴ്സും സ്ക്രീനും അതുപോലെ ഭയങ്കര ലാർജ് ഡിസ്റ്റൻസിലായിരിക്കും ഇരിക്കുന്നത് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനില്. ഫ്രെനൽ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ വിൽ ബി ക്ലോസ് ടു ഈച്ച് അതർ. ഓർത്ത് വെക്കണേ, ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ സോഴ്സും സ്ക്രീനും അങ്ങ് ദൂരെ, ഫ്രെനൽ ഡിഫ്രാക്ഷൻ ആണെങ്കിൽ സോഴ്സും സ്ക്രീനും അടുത്ത്. ഓക്കെ, പക്ഷെ നമ്മൾ ലാബിൽ ചെയ്യുന്നത് ഏതാണെന്നറിയോ? നമ്മുടെ ഫ്രോൺഹോഫർ. പക്ഷെ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷന്റെ പ്രത്യേകത, ഇറ്റ് അപ്പിയേഴ്സ് as if the light is coming from infinity. അങ്ങനെ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we will keep a convex lens. നമുക്കറിയാം ഒരു കോൺവെക്സ് ലെൻസിന്റെ, എന്താ സാറ് ഫിഗർ കാണിച്ചു തന്നു, ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ we are going to obtain image at infinity. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ the image we are going to obtain at infinity. ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ബെൻഡ്സ് നിയർ ദ ഒബ്സ്റ്റക്കിൾസ് എന്നാണ് പറഞ്ഞത്. റേ ഓഫ് ലൈറ്റ് വിൽ ബെൻഡ് നിയർ ദ ഒബ്സ്റ്റക്കിൾ. അപ്പോൾ ഒരു ഒബ്സ്റ്റക്കിളിന്റെ അവിടെ ബെൻഡ് ചെയ്യുന്നു. സോ ദ കണ്ടീഷൻസ് വിൽ ബി ലൈക്ക് ദിസ്. ഞാൻ ഇവിടെ വീണ്ടും ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നു. എന്തിനാണ്? ഇവനെ കൺവേർജ് ചെയ്യിപ്പിക്കാൻ. ഒരു തിൻ കോൺവെക്സ് ലെൻസ് വീണ്ടും യൂസ് ചെയ്യുന്നു. സോ അങ്ങ് ഇൻഫിനിറ്റിന്ന് ലൈറ്റ് വരുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും ഞാൻ ഇങ്ങനെ രണ്ട് ലെൻസ് വെച്ച് കഴിയും. ഈ ഒരു ലെൻസിന്റെ ഈ ഒരു ഫോക്കസിനകത്ത് ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് as if the light is coming from infinity. ഇൻഫിനിറ്റി എന്ന് വരുന്ന പോലെ തോന്നും. അപ്പൊ തോന്നിച്ചു നമ്മള് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ, സോഴ്സ് ആൻഡ് സ്ക്രീൻ ആർ അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ്. എന്നിട്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവന്മാരെ മെർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, കൺവേർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ലെൻസ് വെച്ചു. അപ്പൊ മക്കൾ ഇവിടെ ഓർത്ത് വെക്കുക, ഇവിടെ എഫ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി ആയിരിക്കും. ഓക്കെ, S1 S2 തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എ എന്ന് എടുക്കാം. ഫൈൻ. സോ എഫ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഡി ആയിരിക്കും. അപ്പൊ ഇവിടെ പാത്ത് ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടാൻ പോകുന്നത്
The path difference S2n എന്ന് വിളിക്കാം. Path difference S2n will be equal to A sin theta. ഇതായിരിക്കും നമ്മുടെ path difference. S2n is going to be equal to A sin theta. അതാണ് നമ്മുടെ path difference. ഓക്കെ, ഇനി ഇവിടെ മക്കൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ ഇന്റർഫറൻസിന് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എഴുതിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഡിഫ്രാക്ഷനിൽ എഴുതാൻ പോകുന്നത്. ഇന്റർഫറൻസിൽ എഴുതിയ കണ്ടീഷൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ എഴുതാൻ പോകുന്നത്, ഡിഫ്രാക്ഷനിൽ എഴുതാൻ പോകുന്നത്. അപ്പൊ ഡിഫ്രാക്ഷനിൽ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത് പ്രിൻസിപ്പൽ മാക്സിമ അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമയാണ്. സെൻട്രൽ മാക്സിമ എന്ന് വെച്ചാൽ ഈ സ്ക്രീനിന്റെ സെൻട്രൽ വരുന്നതാണ് സെൻട്രൽ മാക്സിമ. സെൻട്രൽ മാക്സിമ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മാക്സിമ എന്നൊക്കെ പറയാം. സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് 2 തീറ്റയാണ്, 2 ലാംഡ ബൈ എ, ദാറ്റ് ഇസ് എ വിഡ്ത്ത്. So width of the central maxima will be 2 theta or 2 lambda by a. Lambda is the wavelength, a is the distance between S1 and S2. But central maxima form ചെയ്യുന്നതാണ് ഇവിടെ നടുക്ക്. This is the central maxima. Okay. ഇതിന്റെ തൊട്ടപ്പുറം വരുന്നതാണ് മിനിമ. എന്ത് മിനിമ? സെക്കൻഡറി മിനിമ. ഈ തൊട്ടപ്പുറം വരുന്ന മിനിമാസിന് നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി മിനിമാസ് എന്നാണ്. എന്ത് മിനിമാസ് ആണ്? സെക്കൻഡറി മിനിമാസ് എന്നാണ് വിളിക്കുന്നത്. അവരുടെ തൊട്ടപ്പുറം വരുന്ന മിനിമാസിന് we call them as secondary minimas. സെക്കൻഡറി മിനിമാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റിടത്ത് മിനിമ അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് എന്നൊക്കെ പറഞ്ഞു, ഇവിടെ ഡാർക്ക് ബാൻഡ് തന്നെയാണ്, ബട്ട് വി കോൾ ഇറ്റ് ബൈ ദ നെയിം ഓഫ് സെക്കൻഡറി മിനിമ. അപ്പൊ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് സെക്കൻഡറി മിനിമ, സെക്കൻഡ് സെക്കൻഡറി മിനിമ, തേർഡ് സെക്കൻഡറി മിനിമ, അങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സെക്കൻഡറി മിനിമ, first secondary minima, the distance of the secondary minima is given by y is equal to n lambda d by small d. Angular distance മതിയെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, angular distance of the minima theta n is equal to n lambda by small d. അപ്പൊ ആംഗുലാർ ഡിസ്റ്റൻസും ലീനിയർ ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ്, ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ആംഗിള്, അതാണിത് ആംഗുലാർ ഡിസ്റ്റൻസ് തീറ്റ, അതാണ് ആംഗുലാർ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആംഗുലാർ ഡിസ്റ്റൻസ് ആണെങ്കിൽ n ലാംഡ ബൈ സ്മോൾ ഡി ആണ്. ലീനിയർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ലീനിയർലി എടുക്കുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ഡിന്റെ ഒരു ഫാക്ടർ കൂടി അവരെ എക്സ്ട്രാ വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, സോ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് 2 തീറ്റ അല്ലെങ്കിൽ 2 ലാംഡ ബൈ എ. ഇനി ലീനിയർ വിഡ്ത്ത് ആണ് വേണ്ടതെങ്കിൽ, ഇവിടെയും ലീനിയർ വിഡ്ത്ത് വേണമെങ്കിൽ, ലീനിയർ വിഡ്ത്ത് എടുത്താൽ, ലീനിയർ വിഡ്ത്ത് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2 ലാംഡ ഡി ബൈ എ. അപ്പൊ നമ്മൾ സ്മോൾ എ അല്ലേ യൂസ് ചെയ്ത്, അപ്പൊ ഇവിടെയും എ കൊടുത്തേക്കാം. സിൻസ് വി ആർ യൂസിങ് എ ഹിയർ, കൺഫ്യൂഷൻ വരണ്ട. എയോ ഡിയോ ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ S1 S2 തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എ എന്നാണ് വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഫസ്റ്റ് സെക്കൻഡറി മിനിമ അല്ലെങ്കിൽ സെക്കൻഡ് സെക്കൻഡറി മിനിമ ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ ഇന്റർഫറൻസിന്റെ അവിടെ മാക്സിമയുടെ കണ്ടീഷൻ എന്താണോ വരുന്നത്, അതാണ് ഇവിടെ മിനിമയുടെ കണ്ടീഷൻ. ഇന്റർഫറൻസിന്റെ അവിടെ മാക്സിമയുടെ കണ്ടീഷൻ വരുന്നതാണ് ഇവിടെ മിനിമയുടെ കണ്ടീഷൻ. ഓക്കെ, ഇന്റർഫറൻസിന്റെ അവിടുത്തെ മാക്സിമ, ഇവിടുത്തെ മിനിമ. ഇനിയും അടുത്തത് സെക്കൻഡറി മാക്സിമ. അതായത് നമ്മുടെ ഈ ഡാർക്ക് ബാൻഡ് ഇല്ലേ, ഇതിന്റെ ഇപ്പറെ ഒരു മാക്സിമ വരും, ഇതിന്റെ ഇപ്പറയും ഒരു മാക്സിമ വരും. പക്ഷെ മക്കൾ ഇവിടെ ഓർത്ത് വെക്കണം, ഡിഫ്രാക്ഷൻ പാറ്റേണില് സെൻട്രൽ മാക്സിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഡ്ത്ത്. ബാക്കി അപ്പുറത്തേക്ക് വരുമ്പോ വിഡ്ത്ത് കുറഞ്ഞു 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 വരും. ഓരോ ബ്രൈറ്റ് ബാൻഡിന്റെയും ഓരോ ഡാർക്ക് ബാൻഡിന്റെയും വിഡ്ത്ത് കുറഞ്ഞു കുറഞ്ഞു വരും. സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ. സൈഡിലേക്ക് പോകുന്തോറും വിഡ്ത്ത് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇവിടെ ദ സെക്കൻഡറി മിനിമ എന്നാണ് ബാക്കിയുള്ളവരെ വിളിക്കുക. സെക്കൻഡറി മിനിമ. നമ്മൾ ആദ്യം മാക്സിമയാണോ പറഞ്ഞത്? അല്ല, മിനിമയാണ് പറഞ്ഞത്. അപ്പൊ സെക്കൻഡറി മാക്സിമ എന്നാണ് അടുത്ത ആൾക്കാരെ വിളിക്കുക. സെക്കൻഡറി മാക്സിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വിൽ ബി yn is equal to 2n plus 1 lambda d by 2d. This is the equation. ഇവിടെ n starts from 1, 2, 3, etc. ഓക്കെ, എന്നിന്റെ വാല്യൂ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മക്കൾ ഓർത്ത് വെക്കണം. അത് മാത്രമാണ് ഇവിടെ ഡിഫറൻസ്. മറ്റിടത്ത് ഇന്റർഫറൻസിൽ n starts from 0, ഇവിടെ n starts from 1 എന്നാണ് സാർ എഴുതിയത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനിയും ആംഗുലാർ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീറ്റ n will be 2n plus 1 lambda by 2d. ആംഗുലാർ ഡിസ്റ്റൻസ് ആണെങ്കിൽ
ഓക്കെ, അപ്പൊ സെക്കൻഡറി മാക്സിമ ആൻഡ് സെക്കൻഡറി മിനിമ. അപ്പൊ മക്കൾ ഓർക്കുക, നടുക്ക് വരുന്നത് സെൻട്രൽ മാക്സിമ ആയിരിക്കും. നടുക്ക് മാക്സിമം വന്നിട്ട് സൈഡിലേക്ക് പോകും തോറും ഇവന്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. ഇവന്റെ വിഡ്ത്ത് കുറഞ്ഞു വരും, ഓരോ മാക്സിമയുടെയും ഓരോ മിനിമയുടെയും. ഓൾറൈറ്റ്, സോ മെയിൻ ആയിട്ട് ഡിഫ്രാക്ഷനിൽ ഓർത്ത് വെക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, സിംഗിൾ സ്ലിറ്റ് ആണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ കേട്ടോ, അതും കൂടി ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഫിനോമിനൻ ആണ് പോളറൈസേഷൻ. CBSE ബോർഡ്സിന് ഡിലീറ്റ് ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു പോളറൈസേഷൻ. പോളറൈസേഷൻ എന്ന ടോപ്പിക് ബേസിക്കലി പറയുമ്പോൾ നമ്മൾ ഒരു കണ്ണാടി വെച്ചിട്ട്, അതായത് കൂളിംഗ് ഗ്ലാസ് വെക്കില്ലേ, കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ എന്താ ഗുണം എന്താ, നമ്മുടെ സൺലൈറ്റിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വീഴുന്ന ഇന്റൻസിറ്റിനെ നേരെ പകുതിയാക്കി കട്ട് ചെയ്യും. അതാണ് ഒരു പോളറൈസിങ് ക്രിസ്റ്റൽ ചെയ്യുന്നത്, ഒരു പോളറൈസർ ചെയ്യുന്നത്. A polarizer is a device which cuts the intensity of light entering our eyes into half. അപ്പൊ ഇതാണ് എന്റെ പോളറൈസർ എങ്കിൽ, വരുന്ന ഇന്റൻസിറ്റി I ആണെങ്കിൽ എന്റെ ഇതിന്റെ പുറത്തേക്ക് വരുന്നത് I0/2 ആയിരിക്കും. അപ്പൊ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ നേരെ പകുതിയാക്കുന്ന ഡിവൈസ് ആണ് പോളറൈസർ. വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ നേരെ പകുതിയാക്കുന്ന ഡിവൈസ് ആണ് പോളറൈസർ. ഓക്കെ, ഇനി പകുതിയിലും കൂടുതൽ കുറയ്ക്കണം എന്ന് വിചാരിച്ചു, അപ്പൊ നമുക്ക് ഈ സാധനം ഒന്നുകൂടെ വെക്കും. ദിസ് ഇസ് എ റൊട്ടേറ്റിംഗ് പോളറൈസർ. ഇവന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ആൻ അനലൈസർ ആൻഡ് ദർ ഇസ് എ ലോ കണക്ടിങ് ദാറ്റ്. നമ്മൾ അവനെ ലോ ഓഫ് മാലസ് എന്ന് വിളിക്കും. മാലസ്, ലോ ഓഫ് മാലസ്, മാലസ് ലോ ഓർ മാളൂസ് എന്നൊക്കെ പറയും. മാലസ് ലോ. Intensity of light coming out of an analyzer is given by I0 cos square theta. I0 cos square theta. Theta is the angle between the polarizer and the analyzer. Problem ചെയ്യുമ്പോൾ സാർ കാണിച്ചു തരാം. Angle between polarizer and analyzer. Polarizer and analyzer. അതാണ് theta. Okay. One more equation to remember here, and that is known as Brewster's law. Brewster's law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tangent of the polarizing angle equal to mu ആണ്. അതായത് ഒരു മീഡിയത്തിൽ വന്ന് ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ, if the light is incident at an angle known as the polarizing angle, then the reflected ray will be polarized. അതായത് സൺഗ്ലാസ് ഒന്നും വേണ്ട, സൺഗ്ലാസ് ഒന്നും ഇല്ലാതെ ഒരു പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിൽ ലൈറ്റ് വന്ന ഒരു സർഫസിൽ ഹിറ്റ് ചെയ്താൽ ഇവിടുന്ന് റിഫ്ലക്റ്റഡ് ആയി പോകാൻ പോകുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആയിരിക്കും. ഓക്കെ, പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. ഇതാണ് ബ്രൂസ്റ്റേഴ്സ് ലോയിന്റെ കൺസെപ്റ്റ്. അപ്പൊ tan IP is equal to mu. Mu corresponds to the refractive index of the medium on which it is incident. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് മാത്രമേ സാർ പറഞ്ഞിട്ടുള്ളൂ. ചോട്ട ഇക്വേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ചെറിയ വീഡിയോ അയച്ചു തരാം സാർ. മെയിൻ ആയിട്ടുള്ള ഫോക്കസ് പോയിന്റ്സ് മൊത്തം സാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം വേവ് ഒപ്റ്റിക്സിന്റെ. ഓക്കെ, നമ്മൾ തിയറി പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സ്പെസിഫിക്കലി ചോദിക്കാനുണ്ടോ? എനിവൺ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കൂടി സാർ അയച്ചു തരാം. അതുകൂടി മക്കളൊന്ന് കാണുക. അതിനകത്ത് കുറച്ചുകൂടി ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഒക്കെ സാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൂടി നോക്കുക. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മള് പറയുന്നത് വേവ് ഒപ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ. ഓക്കെ, സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. The frequency of light wave in a material is 2 × 10⁻14 Hertz and wavelength is 5000 angstrom. Refractive index of the material is. Okay. ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദ്യം. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതുപോലെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫോർമുല ഇന്നലെ ഹാദി ചോദിച്ചിരുന്നു, സർ വാട്ട് ഇസ് സി എന്ന്. അപ്പൊ ആ ഒരു സി ബേസ് ചെയ്ത് വേണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? N is equal to C by V ആണ് നമ്മുടെ ഫോർമുല.
The refractive index of a material is given by n equal to c by v. അപ്പൊ n is equal to c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, 3 into 10 raised to 8 ആണ്. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം, and v is given by f lambda. v is given by f lambda. അതാണ് നമ്മുടെ v എന്ന് പറയുന്നത്. So we have 3 into 10 raised to 8. v ന്റെ ഫോർമുല f lambda ആണ്. ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നിട്ടുള്ളത് 2 into 10 raised to 14. ലാംഡ തന്നിട്ടുള്ളത് 5000 ആംസ്ട്രോങ് ആണ്. ഓക്കെ, ആംസ്ട്രോങ്. വിവേക്, ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എത്ര വിവേക്? 10 raised to minus 10. വെരി ഗുഡ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ ക്യാൻസൽ ആയി പോകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഇതും ഇതും ബാക്കി ഒരു 4 വരും, ഇതും ഇതും 10 raised to 4 വരും. ഓക്കെ, 1 2 3 1 2 3 ബാക്കി ഒരു 10 വരും. 30 by 10, that is going to be 3. Yes, the answer is option B. The refractive index is 3. But direct formula ആണ്, അധികം കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അനീനയ്ക്ക് മനസ്സിലായോ മോളെ? റൽഫയ്ക്ക് മനസ്സിലായോ? Yes, sir. വിശ്വ sure ഇല്ലേ? Okay, fine. Selin, is it clear for you മോളെ? Yes, sir. All right. Now let's move over to question number 3. മൂന്നാമത്തെ ചോദ്യം. An electromagnetic radiation of frequency n, wavelength lambda, traveling with frequency v in air, enters a glass of refractive index mu. The frequency, wavelength and velocity of light in the glass slab will be respectively. Question ഇത്രയേ ഉള്ളൂ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എയറിൽ നിന്ന് ഒരു ഗ്ലാസ് സ്ലാബിനകത്തേക്ക് കയറി. അപ്പൊ എയറിൽ നിന്ന് ഗ്ലാസ് സ്ലാബിനകത്തേക്ക് കയറുമ്പോൾ ഏതൊക്കെ ടേംസ് ആണ് മാറുന്നത്, ഏതൊക്കെ ടേംസ് ആണ് മാറാത്തത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സാർ ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ ഞാൻ കുറച്ച് മുന്നേ അത്. അതായത് when light goes from one medium to another, മാറാത്തതായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവന്റെ ഫ്രീക്വൻസിയാണ്. The frequency does not change. ഫ്രീക്വൻസി മാറില്ല. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ n എന്നാണ് അവർ വിളിക്കുന്നത്. n ആയിട്ട് തന്നെ ഇരിക്കുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ ബിയും ഡിയും ഉണ്ട്. 2 options are there. Okay. Now മക്കളെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാൻ പറഞ്ഞു എന്ത് മാത്രമേ മാറാത്തതുള്ളൂ? നമ്മുടെ ഫ്രീക്വൻസി മാത്രമേ മാറാത്തതുള്ളൂ, പക്ഷെ വേവ് ലെങ്ത് മാറും. ഞാൻ കുറച്ചു മുന്നേ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒരു ലിക്വിഡിൽ കൊണ്ടുവെക്കുമ്പോൾ ലാംഡ എങ്ങനെ മാറും എന്ന് പറഞ്ഞു. അപ്പൊ ലാംഡ മാറാനുള്ള കാരണം എന്ന് പറയുന്നത് മീഡിയം മാറുന്നത് കൊണ്ടാണ്. ലാംഡ ചേഞ്ചസ് ബിക്കോസ് മീഡിയം ഇസ് ചേഞ്ചിങ്, and that is given by lambda is given by, നമുക്ക് ലാംഡ നമുക്ക് ഇങ്ങനെ എഴുതാം, lambda dash is equal to lambda by mu എന്നാണ്. lambda dash is equal to lambda by mu. അപ്പോ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലാംഡയുടെ വാല്യൂ മാറും. ലാംഡയുടെ വാല്യൂ എങ്ങനെ മാറും? lambda dash is equal to lambda by mu എന്നാണ്. That is how the value of lambda changes. Okay. അപ്പൊ lambda dash is lambda by mu. അപ്പൊ n lambda by mu. വെലോസിറ്റിക്ക് എന്താ പറ്റുന്നേ? It also becomes v by mu മക്കളെ. So the answer is option D. ഓർത്തു വെക്കുക, frequency does not change. Frequency depends on the particular source who is producing the light. അത് മീഡിയം മാറിയാൽ ഫ്രീക്വൻസി മാറില്ല. ലാംഡ മാറും. എങ്ങനെ ലാംഡ മാറും? lambda dash becomes lambda by mu. Okay. Velocity മാറും. എങ്ങനെ വെലോസിറ്റി മാറും? വെലോസിറ്റി will be corresponding to v by mu. അങ്ങനെയാണ് നമ്മുടെ വാല്യൂസ് മാറുന്നത്. കേട്ടോ? So that is the idea. Frequency n ആയിരിക്കും, വേവ് ലെങ്ത് lambda by mu ആണ്, അതുപോലെ വെലോസിറ്റി v by mu ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. Alright. So these are the conditions. Okay. അടുത്തത്, the refractive index of water is 1.33.
What will be the speed of light in water? Refractive index of water തന്നിട്ടുണ്ട്. Speed of light in water വേണം. ഒന്നുമില്ല, n equal to c by v ഉപയോഗിച്ചാൽ മതി. v ആണ് വേണ്ടത്. So c by n ചെയ്താൽ മതി മക്കളെ. അത് നിങ്ങളുടെ homework. Question number 4 is a homework for you. Question number 5 is a homework for you. Question number 9 is a homework for you. 4 ഉം 5 ഉം 9 ഉം മക്കളുടെ homework questions ആണ്. Okay. So നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ മെത്തഡോളജിയിൽ ചെയ്യേണ്ട questions ആണ്. So 4 ഉം 5 ഉം 9 ഉം homework questions for you. Okay. Question number 2 ഉം 3 ഉം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അന്നയ്ക്ക് മനസ്സിലായോടാ? മനസ്സിലായി സർ. ഹദി മനസ്സിലായി സർ. വിശ്വ മനസ്സിലായി സർ. Okay. So let's move to the next question. കിരൺ, മോന് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ, മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് മീ ഇൻ ബിറ്റ്വീൻ ആൻഡ് ആസ്ക് മീ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്ക് ചെയ്യാം. 10 ചെയ്ത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 11. Question number 10. The interference pattern is obtained with two coherent light sources of intensity ratio n. അപ്പൊ ഇന്റൻസിറ്റി റേഷ്യോ n എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇന്റർഫറൻസ് പാറ്റേൺ is obtained with two coherent light sources of intensity ratio n. അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇന്റൻസിറ്റി റേഷ്യോ n ആണ്. In the question they are saying that the intensity ratio is n. Okay. അപ്പൊ ഇന്റൻസിറ്റി റേഷ്യോ n ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്ന കണ്ടീഷൻ ഇന്റൻസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി I1 by I2. അതാണ് ഈ ഇന്റൻസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് n, അല്ലെങ്കിൽ n by 1 എന്ന് എഴുതാം. ഓക്കെ, ഇന്റൻസിറ്റി റേഷ്യോ ഇസ് n by 1. കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് Imax minus Imin by Imax plus Imin. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഐമാക്സിന്റെയും ഐമിനിന്റെയും വാല്യൂ കിട്ടിയാൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഐമാക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഐമാക്സ് ഇസ് √I1 പ്ലസ് √I2. പ്രപ്പോർഷണാലിറ്റി ആണ്, പക്ഷെ എഴുതി വരുമ്പോൾ അത് ക്യാൻസൽ ആകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. Imin എന്ന് പറയുമ്പോൾ √I1 minus √I2 the whole square divided by Imax എന്ന് പറയുമ്പോൾ വീണ്ടും √I1 plus √I2 the whole square minus Imin എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് ഇവിടെ √I1 minus √I2 the whole square. മക്കളെ നിങ്ങൾ ഓർക്കേണ്ടത് I1 by I2 equal to n by 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ റേഷ്യോ എടുക്കുന്ന കേസിൽ മാത്രം I1നെ n എന്നും I2നെ 1 എന്നും വിളിക്കാം. ഇവർക്കൊരു കോമൺ ഫാക്ടർ ഉണ്ടാകും I1നും I2നും. പക്ഷെ നമ്മളിങ്ങനെ റേഷ്യോ എടുക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ ഏറ്റവും എളുപ്പം I1നെ n എന്ന് വിളിച്ചോളൂ, I2നെ 1 എന്ന് വിളിച്ചോളൂ. അത് നമുക്ക് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ വരും √n plus 1 the whole square minus √n minus 1 the whole square divided by √n plus 1 the whole square minus 1ന്റെ റൂട്ട് എവിടെ പോയി? I2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? √1 എന്ന് വെച്ചാൽ 1 ആണ്. ഓക്കെ, I1 എന്ന് വെച്ചാൽ n ആണ്, I2 എന്ന് വെച്ചാൽ 1 ആണ്, √1 എന്ന് വെച്ചാൽ 1 ആണ്. സോ മൈനസ് ഇവിടെ പ്ലസ് ഇട്ടല്ലേ, √n minus 1 the whole square. ഇങ്ങനെയാ മക്കളെ വരുന്നത്. ഇത് നമുക്കൊന്ന് സ്ക്വയർ ഒക്കെ ഓപ്പൺ ചെയ്യണം. അപ്പൊ അപ്രോക്സിമേറ്റ്ലി പെട്ടെന്ന് a plus b the whole square എന്ന് പറയുമ്പോൾ a square plus b square plus 2ab 2√n minus a square plus b square plus minus 2√n എന്ന് വരും divided by a square plus b square plus 2√n plus a square plus b square 2√n. ഓക്കെ മക്കളെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ n സ്ക്വയർ അല്ല കേട്ടോ, n ആ വരുന്നത്. ഇവിടെ n ആ വരുന്നത്, മാറിപ്പോകരുത്. ദിസ് ഇസ് ആക്ച്വലി n. നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ
n മൈനസ് n പോയി, 1 മൈനസ് 1 പോയി, ബാക്കി വരുന്നത് അവിടെ that's equal to 2 root n minus minus 2 root n 4 root n ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ ഈ 2 റൂട്ട് എന്നും മൈനസ് 2 റൂട്ട് എന്നും ക്യാൻസൽ ആയി പോയി, ബാക്കി വരുന്നത് 2n plus 2 എന്നാണ്. 2 കോമൺ എടുത്ത് കളയാം. സോ 2 root n by n plus 1. ഓപ്ഷൻ ബി is the right answer for the question. മക്കൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ സാർ എന്താ ചെയ്തത്? ഐമാക്സ് മൈനസ് ഐമിൻ ബൈ ഐമാക്സ് പ്ലസ് ഐമിനാ കണ്ടുപിടിക്കേണ്ടത്. ഈ ടേമില്ലേ, ഇവന് നമ്മൾ ഇടയ്ക്ക് ഫ്രിഞ്ച് വിസിബിലിറ്റി എന്നും പറയാറുണ്ട്. ഫ്രിഞ്ച് വിസിബിലിറ്റി, നിങ്ങൾ ആ പേര് ഓർത്ത് വെച്ചോളാം. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്നും നമ്മൾ അവനെ വിളിക്കാറുണ്ട്. ഫ്രിഞ്ച് വിസിബിലിറ്റി പേര് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഐമാക്സിന് പകരം ഞാൻ എന്തിട്ടു? റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ. ഐ മിനിമത്തിന് പകരം എന്തിട്ടു? റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം I1 പകരം n എന്നും I2 പകരം 1 എന്നും ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോ I2 പകരം 1 എന്ന് എടുക്കുമ്പോൾ റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, മറ്റേത് റൂട്ട് n വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുല, അതുപോലെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുല വെച്ച് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു. Finally, you are getting this 2 root n by n plus 1. Okay, so that is the answer for the question. അത് മനസ്സിലായോ മക്കളെ? സാർ ഒന്നുകൂടെ പറയണോ? Question number 10. Should I repeat that? Repeat ചെയ്യണോ? Question number 10. Clear ആണ്. Anyone? എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. സെലിന് മനസ്സിലായോ മോളെ? മനസ്സിലായി സർ. ഓക്കെ, സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മക്കൾ പറയണം കേട്ടോ. മക്കൾ പറഞ്ഞ ഒരാളെങ്കിലും പറഞ്ഞാൽ സാർ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. മക്കൾ പറയാ, ഡൗട്ട് എന്തുണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. ഓക്കെ Sir, can you please repeat? യെസ്, ഷുവർ ഷുവർ ഷുവർ. ഏത് സ്റ്റെപ്പാ കൺഫ്യൂഷൻ വന്നെന്ന് പറഞ്ഞേ? IMAX minus IMIN കഴിഞ്ഞിട്ടുള്ളതും. ഓക്കെ, ഐമാക്സ് എന്ന് പറഞ്ഞാൽ ഐമാക്സിന്റെ ഫോർമുല സാർ കുറച്ച് മുന്നേ എഴുതിയതുപോലെ ഐമാക്സിന്റെ ഫോർമുലയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഐമാക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ആണ് ഐമാക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ഹോൾ സ്ക്വയർ, അതാണ് ഐമാക്സിന്റെ കണ്ടീഷൻ. ഐ മിനിമത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് റൂട്ട് I1 മൈനസ് റൂട്ട് I2 ആണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇത് ബൈ ഹാർട്ട് ഓർത്ത് വയ്ക്കുക, ഈ കണ്ടീഷൻ. അപ്പൊ ഈ കണ്ടീഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഈ സംഭവം എഴുതുന്നത്. സോ വൺസ് യു നോ ദ കണ്ടീഷൻ, ബാക്കി നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഐമാക്സിന് പകരം ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐ മിന്നിന് പകരം ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐമാക്സിന് പകരം ഐ മിന്നിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. പിന്നെ എന്താ ചെയ്തേ? I1 by I2 എന്ന് പറഞ്ഞാൽ n:1 എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇന്റൻസിറ്റി റേഷ്യോ ഈസ് n എന്ന് പറയുന്നുണ്ട്. അപ്പൊ I1 പകരം n എന്നും I2 പകരം 1 എന്നും കൊടുക്കാം. I1 പകരം n എന്നും I2 പകരം 1 എന്നും കൊടുക്കാം. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ദ കറസ്പോണ്ടിങ് ആൻസർ. മനസ്സിലായ മെത്തേഡ്? Yes, sir. അപ്പൊ ഈ സ്റ്റെപ്പ് ബൈ ഹാർട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ സ്റ്റെപ്പ് ബൈ ഹാർട്ട് ഓർത്ത് വെക്കണം. ഇതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ബാക്കിയൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. ഇതൊരു ഡെറിവേഷൻ വെച്ച് നമ്മൾ എഴുതിയില്ലായിരുന്നോ? I is equal to I1 plus I2 plus 2 root I1 I2 cos 5. അപ്പൊ അവിടെ നിന്ന് നമ്മൾ എഴുതുന്ന കണ്ടീഷൻ ആയത്. അപ്പൊ ഇത് നമ്മൾ ബൈ ഹാർട്ട് തന്നെ ഓർത്ത് വെക്കുക, എന്നിട്ട് നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Ratio of intensity of two waves are 4:1. Ratio of the amplitude of the two waves. Simple question ആണ്. Ratio of intensity I1 by I2. It's given by 4:1. അല്ലെ? Ratio of the amplitude ആണ് ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു I proportional to the amplitude square ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, I1 by I2 will be equal to A1 square by A2 square. I1 by I2 will be equal to A1 square by A2 square. അപ്പൊ നമുക്ക് I1 by I2 അറിയാം, വേണ്ടത് A1 by A2 ആണ്. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും, A1 by A2 is equal to square root of I1 by I2. Okay, or that is going to be equal to square root of 4/1, which is 2/1. Answer is option A. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കണ്ടീഷൻ എന്താണ്? ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്.
ഇന്റൻസിറ്റി പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത കണ്ടീഷൻ. അപ്പൊ I1 by I2 is equal to A1 by A2 the whole square എന്ന് കിട്ടി. എന്നിട്ട് A1 by A2 കണ്ടുപിടിച്ചു. മനസ്സിലായോ മക്കളെ? Is it clear for everyone? Yes, sir. Yes, sir. All right. Yes, sir. Yes, sir. That's how Yes, you do sir. it. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 എങ്ങനെയാ ചെയ്യാൻ നമ്മള്? 12 പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. Just tell me the answer for that. Question number 12. Interference is possible. Interference is possible. Interference light waves and sound waves possible. Interference is possible for both light wave and sound wave. Option C is the right answer for the question. ഓർത്ത് വെച്ചാൽ മതി. ഇന്റർഫറൻസ് പോസിബിൾ ആയിട്ടുള്ളത്. ഇന്റർഫറൻസ് പറയുമ്പോൾ കൂട്ടിയിടിക്കുക. ഇപ്പൊ ഇന്റർഫറൻസ് നിങ്ങൾ കണ്ടാണ്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ 10 പേര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ക്ലാസ്സിൽ 10 പേര് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഓഫ് ഇന്റർഫിയറൻസ്. ഇന്റർഫിയറൻസ് ആണ്, വേറെ ആരും കുറ്റം കണ്ട കാര്യമില്ല. ഇന്റർഫിയറൻസ് ആണ്. അപ്പൊ ലൈറ്റ് വേവിനും സൗണ്ട് വേവിനും ഇന്റർഫിയറൻസ് പോസിബിൾ ആണ്. That's question number 12. Moving on to the next one. Question number 13. ചോദ്യം 13 നമുക്ക് ചെയ്യാം. Question number 13. Question number 13. മക്കൾ എല്ലാവരും question number 13 ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചു നോക്കിയേ. Question number 13. Come on. I'll give you 30 seconds. Quick. Okay, മക്കൾ എല്ലാവരും വായിച്ചു നോക്കിയോ? In Young's double slit experiment, if the separation between coherent sources is halved, separation between the sources എന്ന് പറഞ്ഞ മക്കളെ, നമ്മുടെ 2 സ്ലിറ്റ് ഇല്ലേ, ഈ സ്ലിറ്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് അവര് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കൊഹറന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ 2 ടൈപ്പ് ഓഫ് സോഴ്സസ് ഉണ്ട്. ഒന്ന് കൊഹറന്റ് സോഴ്സും മറ്റത് ഇൻകൊഹറന്റ് സോഴ്സും. കൊഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ടീഷനൊക്കെ പഠിച്ചില്ലേ, യങ്സിന്റെ കണ്ടീഷനൊക്കെ പഠിച്ചില്ലേ, ഇത് കൊഹറന്റ് സോഴ്സിന് വേണ്ടിയുള്ള കണ്ടീഷനാണ്. ഓക്കെ, കൊഹറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ 2 സോഴ്സസ് ഹാവിംഗ് ദ സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത് ആൻഡ് ഓൾമോസ്റ്റ് ഓർ സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അപ്പൊ കൊഹറന്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ those are sources having the same frequency, the same wavelength and constant or zero phase difference. അതിനെയാണ് നമ്മൾ കൊഹറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഇൻകൊഹറന്റ് സോഴ്സ് ആയിരുന്നു എന്ന് വിചാരിച്ചു. ഇൻകൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ ഇത്രയും എഴുതി വെച്ച കണ്ടീഷൻസ് ഒന്നും നമുക്ക് വേണ്ട. റിസൾട്ടന്റ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ ചുമ്മാ I1 plus I2 ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല ഇൻകൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ല എഴുതിയത്. നമ്മൾ എഴുതിയത് I is equal to I1 plus I2 plus 2 root I1 I2 cos phi, ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതിയത്. അപ്പൊ ഇൻകൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ I is equal to I1 plus I2 മാത്രം ചെയ്താൽ മതി. ഇൻകൊഹറന്റ് സോഴ്സ് ആണെങ്കിൽ. കൊഹറന്റ് സോഴ്സ് വരുമ്പോഴാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി പോകേണ്ടത് കേട്ടോ. അപ്പോൾ look at the question. Let's look back to the question. The distance between the coherent source is halved. അതായത് സ്ലിറ്റിന്റെ ഡിസ്റ്റൻസ് D ആണ് കുറച്ചത്, D പകുതിയാക്കി. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്രീൻ ഫ്രം ദ coherent source is doubled. അത് 2D ആക്കി. ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ്. ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ആണ് ബീറ്റ given by lambda d by d. Lambda d by small d. Okay.
അപ്പൊ പുതിയ കേസിൽ നമ്മൾ ബീറ്റ ഡാഷ് എഴുതിയാൽ ഇറ്റ് വിൽ ബി ലാംഡ മാറുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയുന്നില്ല. ഇൻറ്റു ഡി മാറി 2d ആയി, സ്മോൾ ഡി എന്തായി, d/2 ആയി. That's how the change becomes. Okay. So നമുക്ക് റേഷ്യോ എടുക്കാം രണ്ടിനെയും. ആദ്യം ലാംഡ d/d ആയിരുന്നു, ഇപ്പോ സ്മോൾ d/2 ആയി, ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് ദ സ്ക്രീൻ ഡബിൾ ആയി 2d ആയി. അപ്പൊ ഇങ്ങനെ വരും. റേഷ്യോ എടുക്കുമ്പോൾ ഡിയും ലാംഡയും സ്മോൾ ഡിയും പോയി, ഡിയും ലാംഡയും സ്മോൾ ഡിയും പോയി. സോ ബീറ്റ ബൈ ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ഈ 1/2 മുകളിലേക്ക് വരുമ്പോൾ 2 അല്ലെ. ബീറ്റ ബൈ ബീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു 1/2. നമുക്ക് ബീറ്റ ഡാഷ് ആണ് വേണ്ടത് മക്കളെ. ബീറ്റ ഡാഷ് ബിക്കംസ് 2 ബീറ്റ, വിച്ച് മീൻസ് ഇറ്റ് ബിക്കംസ് ഡബിൾ. ഇറ്റ് ബിക്കംസ് ഒരു കാര്യം മറക്കരുത്, സോറി, മുകളിലൊരു 2 ഉണ്ട്, അതിന്റെ കാര്യം മറന്നു പോരുത്. ഇവിടെ ഒരു 2 ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഈ 2 ക്യാൻസൽ ആയി പോവില്ല. 2 is there. അപ്പൊ അത് 4 വരും. ഓക്കെ, ഡോണ്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ്. 4 വരും. 1/4. Yeah, this 2 goes to the numerator here. So 2 into 2 will be 4. So beta dash will be 4 beta. It becomes 4 times. Option A. കണ്ടോ, നമ്മൾ തെറ്റിപ്പോകുന്ന ആൻസർ അവിടെ ഉണ്ടാവും. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ മാക്സിമം കെയർഫുൾ ആവണം. കെയർഫുൾ അല്ല, തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോയി. ആൻസർ ഉണ്ടാവും അവിടെ, തെറ്റായ ആൻസർ അവിടെ ഉണ്ടാകും. നമ്മളെ പറ്റിക്കാൻ വേണ്ടി, നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി തെറ്റായ ആൻസർ ഉണ്ടാവും. ഓക്കെ. So that is how we do question number 13. 30 മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ 13? Yes, sir. 30 മനസ്സിലായെങ്കിൽ question number 22 ചെയ്ത chat boxൽ വേഗം ആൻസർ ഇട്ടേ. You have only 1 minute. Come on, quickly. Your time starts now. Chat boxൽ വേഗം ആൻസർ ഇട്ടേ. question number 22. അതേ ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആദ്യം ആര് ആൻസർ ഇടുന്നത് നോക്കട്ടെ chat boxൽ. Quickly put the answer in the chat box. ഏറ്റവും ആദ്യം ആര് ആൻസർ ഇടുന്നത് സാർ നോക്കാം. ക്വിക്ലി. അതേ ഫോർമാറ്റിലുള്ള അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് 22. പെട്ടെന്ന് I have got 5 answers in the chat box. Yes. എനിക്ക് എല്ലാവരുടെ ആൻസർ വേണം. ക്ലാസ്സിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസും ആൻസർ വേണം. Everyone should give me the answer. മക്കൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. എനിക്ക് 8 ആൻസേഴ്സ് വേണം. 1, 2. Vivek has given the answer. Anina has given the answer. Kiran has given the answer. Selin, Anna, Hadi, Rafa. 1, 2, 3, 4, 5, 6, 7. 7 ആൻസേഴ്സേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെവിടെ? ഏഴ് ആൻസറേ ആയിട്ടുള്ളൂ. കമോൺ, ആരാ ആൻസർ ഇടാത്തത്? റഫ് ആയിട്ടല്ലോ. 1, 2, 3, 4, 5, 6, 7. ഒരാൾ ആൻസർ ഇട്ടിട്ടില്ലല്ലോ. പേഴ്സൺ നോട്ട് പുട്ട് ദി ആൻസർ. മക്കൾ ആരാ ആൻസർ ഇടാത്തെ? അന്ന ഇട്ടായിരുന്നോ? അന്ന ഇട്ടല്ലോ. അനീന ഇട്ടു. സെലിൻ ഇട്ടു. അത് ഇട്ടു. കിരൺ അവിടെ പോയി. കിരൺ is not in the meeting. കിരൺ ആൻസർ ഇട്ടല്ലേ? ഓക്കെ. വിശ്വാവോ ആൻസർ ഇടാത്തത്? ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? വിശ്വക്ക് മനസ്സിലായോ മോനെ? സാർ ചെയ്യണ്ടല്ലോ. ഞാൻ ചെയ്യണോ ആർക്കെങ്കിലും? ഓൾറൈറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The next question you're going to do is question number 17. ചോദ്യം 17 ആണ് നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. Question number 17. Young's double slit experiment is first performed in air and then in a medium other than air. Okay, അപ്പൊ 2 മീഡിയത്തിലാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്തത്. It is found that 8th bright fringe in the medium lies where the 5th dark fringe lies in air. Refractive index of the medium is refractive index of the medium. Okay. അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, മീഡിയം ഡിപ്പെൻഡന്റ് ആണ്
because lambda മാറും medium മാറും. That's very important. The first case, it is found that the 8th bright fringe in the medium lies where the 5th dark fringe lies in air. അത് നമുക്ക് ഈ കണ്ടീഷൻ എഴുതാം. 5th dark fringe in air. Dark bandന്റെ ഇക്വേഷൻ എന്താ നമ്മുടെ? Y is equal to 2n plus 1 lambda d by 2d. ഇതാണ് നമ്മുടെ ഡാർക്ക് ബാൻഡിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നു 5th ഡാർക്ക് ഫ്രിഞ്ച് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു എന്നിന്റെ വാല്യൂ 0-യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4 ഇങ്ങനെയാണ്. അപ്പൊ 5th ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4. അപ്പൊ 5th ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് n equal to 4 ആണ്. എന്തുകൊണ്ടാണ് n equal to 4 എന്ന് ഇടുന്നത്? ബിക്കോസ് n starts from 0. സോ നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ, y is equal to 2 into 4 plus 1 lambda d by small d, 2d. Okay, so that is going to be equal to 4 is 8, about 9 lambda d by 2d will d. Okay, ഇതാണ് നമുക്ക് കിട്ടുന്നത് 5th വണ്ണിന്റെ. മക്കൾ ഓർക്കണം, അപ്പൊ 5 വരുമ്പോ ഞാൻ എന്താ ഇട്ടത്? n equal to 4 ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എന്തുകൊണ്ടാ 4 ഇട്ടത്? It starts from 0. That is why I am putting it like that. It starts from 0. Okay. ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ ഇടുന്നത് 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് പറയുന്നത്. 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ഇൻ ദ മീഡിയം. മീഡിയത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വേവ് ലെങ്ത് ലാംഡ ഡാഷ് വിൽ ബി ലാംഡ ബൈ മ്യൂ. വേവ് ലെങ്ത് മാറും, ഇറ്റ് ബിക്കംസ് ലാംഡ ബൈ മ്യൂ വേവ് ലെങ്ത്. ഓക്കെ, അപ്പൊ മീഡിയത്തിൽ വെക്കുമ്പോൾ 8th ബ്രൈറ്റ് ഫ്രിഞ്ച് എന്നാണ് പറയുന്നത്. ബ്രൈറ്റ് ബാൻഡിന്റെ ഫോർമുല എന്താ? n lambda d by d. അപ്പൊ ഇവിടെ n lambda dash d by d. 8th ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ 8 തന്നെയാണ്. സോ 8 into lambda by mu d by d. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ലാംഡ ഡാഷിന് പകരം ലാംഡ ബൈ മ്യൂ എന്നിട്ടു, because it depends on the interfractive index. So this is the condition. അവര് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്, it is found that 8th bright fringe in the medium lies where 5th dark fringe lies in air. മക്കളെ, അപ്പൊ ക്വസ്റ്റനിൽ പറയുന്നത് എയറിൽ വെച്ചപ്പോൾ 5th ഡാർക്ക് ഫ്രിഞ്ച് എവിടെയാണോ കിടന്നത് അതേ പോയിന്റിൽ തന്നെയാണ് മീഡിയത്തിൽ വെക്കുമ്പോ 8th ബ്രൈറ്റ് ഫ്രിഞ്ച് വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എയറിൽ വെക്കുമ്പോ 5th ഡാർക്ക് ഫ്രിഞ്ച് എവിടെയാണോ വന്നത് അതേ പോയിന്റിലാണ് മീഡിയത്തിനകത്ത് വെക്കുമ്പോ നമ്മുടെ ബ്രൈറ്റ് ഫ്രിഞ്ച് വരുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ, അല്ലെ? ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഇവിടെ. അപ്പൊ നമുക്ക് പറയാം y5 is equal to y8. ഇത് ഈക്വൽ ആണ്, അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. 5th ഡാർക്ക് ഫ്രിഞ്ച് കിടന്നിടത്താണ് 8th ബ്രൈറ്റ് ഫ്രിഞ്ച് വരുന്നത്. അപ്പൊ നമുക്ക് അതങ്ങ് ഇക്വേറ്റ് ചെയ്യാം. ഇനി അത്രയേ ഉള്ളൂ സംഭവം. ജസ്റ്റ് ഇക്വേറ്റ് ദ കണ്ടീഷൻസ്. When you equate it, what you're going to get is, ആ രണ്ട് ഇക്വേഷൻസ് കൂടി ഞാൻ അങ്ങ് ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും, y5 equal to y8, so 9 lambda d by 2d, which is equal to 8 by mu lambda d by small d. Okay, lambda d, lambda d, lambda d, lambda d, small d എല്ലാം ക്യാൻസൽ ആയി പോയി. ബാക്കി വരുന്നത് 9 by 2. അപ്പൊ mu കണ്ടുപിടിക്കാം. Mu is equal to 8 to 16 by 9. That will be 1.70. 63 അല്ലെ? 7. 1.7 സംതിങ് ഒക്കെ വരും നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ദി ആൻസർ ഷുഡ് ബി, അപ്പൊ അടുത്ത ഡിസിപ്ലിൻ കണ്ടുപിടിക്കണം അല്ലെ? 1.69 ഉണ്ട്, 1.78 ഉണ്ട്. നോക്കാം. 16 by 9 എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന 7 ആണ്. 7-ല് 70 എന്ന് പറയുമ്പോൾ 9 goes 9 sevens are 63. 9 sevens are 63. 7 ടൈംസ് പോവും. ബാക്കി അവിടെ 7 ഉണ്ട്, വീണ്ടും 70. അപ്പോൾ 1.77. Approximately 1.78 will be the answer for the question. So option 17th question answer വരുന്നത് 1.78 അല്ലെങ്കിൽ 1.77 ആണ് approximately. So that is the answer. Okay. So അത് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ 1.7 കിട്ടുമ്പോൾ ചാടി കയറി 1.69 എഴുതരുത് കേട്ടോ.
നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് നോക്കണം. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്ത് നോക്കിയിട്ട് എന്താ വരുന്നത് നോക്കണം. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് മനസ്സിലായോ ചെയ്തത്? ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. Yes, sir. എല്ലാവർക്കും ക്ലിയർ ആയോ? സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ സാർ റിപ്പീറ്റ് ചെയ്യാം. എനിവൺ ഷുഡ് ഐ റിപ്പീറ്റ് ദിസ് അഗൈൻ? എനിവൺ? സർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ഏത് പോയിന്റ് മോനെ മനസ്സിലാവാതിരുന്നേ? സർ ആദ്യം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, നെറ്റിന്റെ. അപ്പോ ഐഡിയ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡാർക്ക് ബാൻഡിന്റെയും ബ്രൈറ്റ് ബാൻഡിന്റെയും കണ്ടീഷൻ എഴുതണം. ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു മീഡിയത്തിൽ നമ്മളൊരു ബ്രൈറ്റ് ബാൻഡ് വെക്കുമ്പോൾ, മീഡിയത്തിൽ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വെക്കുമ്പോൾ അവർ പറയുന്നു ദ 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ഇൻ ദ മീഡിയം ലൈസ് വെയർ ദ 5th ഡാർക്ക് ഫ്രിഞ്ച് ലൈസ് ഇൻ എയർ. 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ഇൻ ദ മീഡിയം, അതായത് മീഡിയത്തിനകത്ത് 8th ബ്രൈറ്റ് ഫ്രിഞ്ച്. ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ഫോർമുല n ലാംഡ ബൈ ഡി ആണ്, ലാംഡ ഡി ബൈ ഡി ആണ്. അപ്പൊ മീഡിയം ആയതുകൊണ്ട് ഞാൻ ലാംഡ ഡാഷ് എന്ന വാല്യൂ ആണ് യൂസ് ചെയ്തത്. ലാംഡ ഡാഷ് എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ മ്യൂ ആണ്. ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ്. അപ്പോ 8ാമത്തത് എന്നാ പറയുന്നത്, 8ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ച്, അതുകൊണ്ടാണ് 8 ഇട്ടത്. 8 ലാംഡ ഡി ബൈ മ്യൂ ഡി എന്ന് കിട്ടി. ഇനി അതുപോലെ ഡാർക്ക് ഫ്രിഞ്ച്, അപ്പൊ മീഡിയത്തിൽ ആയതുകൊണ്ടാട്ടോ ബൈ മ്യൂ എക്സ്ട്രാ വന്നത്. ഇനി ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ 5ാമത്തതാണ്. അപ്പൊ മക്കൾ ഓർക്കണം, n is starting from 0. എന്നിന്റെ വാല്യൂ 0 ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 5ാമത്തെ ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4. അപ്പൊ എന്നിന്റെ വാല്യൂ 4 വേണം ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ഫോർമുല 2n + 1 ലാംഡ ഡി ബൈ 2d. അവിടെ എന്നിന് പകരം ഞാൻ 4 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ എനിക്ക് y5 കിട്ടി, y5 കിട്ടി, y8 കിട്ടി. I'm going to equate both. എന്തുകൊണ്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ അതാണ് പറയുന്നത്. 8th കിടന്നിടത്ത് 5th വരും മീഡിയത്തിൽ ഡിഫറൻസ് വന്നപ്പോ. അപ്പൊ രണ്ടും ഒരേ പോയിന്റിലാണ്. മീഡിയത്തിൽ വെക്കുമ്പോൾ ഏത് പോയിന്റിലാണ് 8th ഡാർക്ക് ഫ്രിഞ്ച് വന്നത്, അതേ പോയിന്റിലാണ് എയറിൽ വെക്കുമ്പോൾ 8th ബ്രൈറ്റ് ഫ്രിഞ്ച് വന്നത്. എയറിൽ വെക്കുമ്പോൾ അതേ പോയിന്റിലാണ് 5th ഡാർക്ക് ഫ്രിഞ്ച് വരുന്നത്. അപ്പൊ ഇനിയും പ്രത്യേകിച്ച് ഒന്നുമില്ല. y5ഉം y8ഉം കൂടി ഇക്വേറ്റ് ചെയ്തു. നമ്മള് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടേംസ് ക്യാൻസൽ ആയി പോയി, നമുക്ക് അവിടെ നിന്ന് മ്യൂ കിട്ടി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി കൂട്ടാ? മനസ്സിലായി സർ. സോ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്ന് ചെയ്ത ആൻസർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 19, you have 1 minute. ക്വസ്റ്റ്യൻ നമ്പർ 19. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ മക്കളെ വേഗം ആൻസർ കണ്ടുപിടിക്കുക, എന്നിട്ട് സാർ ഓപ്ഷൻസ് കാണിച്ചത്. വിഡ്ത്തിന്റെ റേഷ്യോ, വിഡ്ത്തിന്റെ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. മക്കൾ വിഡ്ത്തിന്റെ ഫോമിൽ പഠിച്ചിട്ടില്ല ആക്ച്വലി. വിഡ്ത്തിന്റെ ഫോമിൽ തന്നാൽ മക്കൾ ഓർത്തു വെക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഐമാക്സ് ബൈ ഐമിൻ എന്ന് പറയുന്നത്, വിഡ്ത്തിന്റെ ഫോമില്, വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റിന്റെ ഫോമില് √W1 + √W2 the whole square by √W1 - √W2 the whole square ആണ്. അപ്പൊ വിഡ്ത്തിന്റെ ഫോമിൽ എഴുതുന്നത് നമ്മുടെ ഇന്റൻസിറ്റി റേഷ്യോയുടെ ഫോമിൽ എഴുതുന്നതിന് സിമിലർ ആണ്. വിഡ്ത്തിന്റെ ഫോമിൽ എഴുതുന്നത് √W1 + √W2 the whole square by √W1 - √W2 the whole square. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിഡ്ത്തിന്റെ റേഷ്യോ 1:25 ആണ്. അപ്പൊ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മൾ W1ന് പകരം 1 എന്നും W2ന് പകരം 25 എന്നും എഴുതി കൊടുക്കാം. അപ്പോൾ ദാറ്റ് വിൽ ബി 1 + √25 എന്ന് വെച്ചാൽ 5 ആണ്, ബൈ 1 - 5 the whole square. 1 + 5 the whole square 6 square, that will be 36. താഴെ -4 square, that will be 16. ഓക്കെ, വാല്യൂസ് ക്യാൻസൽ ആക്കി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/4 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും, നോക്കാം. 9/4. Yes, 9/4 option is there. Option C is the right answer for the question. Option C ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ C is the right answer. C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, C is the right answer. മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്തേന്ന്? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം കേട്ടോ. So 9/4 is the right answer for the question.
ഓക്കെ, മനസ്സിലായോ മക്കളെ ക്വസ്റ്റ്യൻ? എന്താ ഈ ഫോമുല ഡയറക്റ്റ്ലി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഫോമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് നോട്ട് ഡൗൺ ദിസ് ഫോമുല. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫോമുല. നോട്ട് ചെയ്ത് വെച്ചോ ഫോമുല. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫോമുല. പ്ലീസ് റിമെമ്പർ, പ്ലീസ് നോട്ട് ഡൗൺ ദാറ്റ് ഫോമുല. ഡിഫ്രാക്ഷനിലെ ഒരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ് നമ്പർ 35 നമുക്ക് ആദ്യം ചെയ്യാം. 35. Let's do question number 35 first. Okay, question number 35 എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. In a diffraction pattern due to a single slit of width A, the first minimum is observed at an angle 30 degree when light of wavelength 5000 Armstrong is incident on it. അപ്പൊ ഫസ്റ്റ് മിനിമംന്റെ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 30 ഡിഗ്രിയിലാണ് ഫസ്റ്റ് മിനിമം ഒബ്സർവ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എവിടെയാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല സെക്കൻഡറി മാക്സിമം. മാക്സിമയുടെ ഫോർമുല ഇതാണ്. നമ്മുടെ സെക്കൻഡറി മാക്സിമയുടെ ഫോർമുല തീറ്റ എന്നിന്റെ ഫോർമുല ആണ് നമ്മൾ ഫോർമുല എഴുതുന്നത്. തീറ്റ എൻ ഇസ് ഈക്വൽ ടു സെക്കൻഡറി മാക്സിമയാണ് ചോദിച്ചിട്ടുള്ളത്. സോ 2n + 1 ലാംഡ ബൈ 2d. ആംഗിൾ എടുക്കുമ്പോൾ ഇങ്ങനെ വേണം എടുക്കാൻ. 2n + 1 ലാംഡ ബൈ 2d. ലീനിയർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരു ക്യാപിറ്റൽ ഡി കൂടി മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ അവര് സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് സൈൻ തീറ്റയുടെ ഫോമിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് സൈൻ തീറ്റ എന്ന് എഴുതിക്കോ. ശരിക്കും സൈൻ തീറ്റയാണ്, നമ്മൾ അപ്രോക്സ് ചെയ്ത് ഇങ്ങനെ ആക്കുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഹൗ ദ വാല്യൂ കംസ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ലാംഡ തന്നിട്ടുണ്ട് 5000 ആംസ്ട്രോങ് ആണ്. ഫസ്റ്റ് മിനിമം ഈസ് ഒബ്സർവ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ഫസ്റ്റ് മിനിമം 30 ഡിഗ്രി ആംഗിൾ ആണ് ഒബ്സർവ് ചെയ്തത്. ഫസ്റ്റ് മിനിമം 30 ഡിഗ്രി ആംഗിൾ എന്ന് പറയുമ്പോൾ സൈൻ 30 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് മിനിമം. മിനിമം എന്ന് പറയുമ്പോൾ എൻ ലാംഡ ബൈ സ്മോൾ ഡി. ഓക്കെ, അപ്പൊ ലാംഡ ബൈ ഡി എന്താന്ന് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് മിനിമം എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 1 ആണ്. അപ്പൊ ലാംഡ ബൈ ഡി ഇസ് ഈക്വൽ ടു സൈൻ 30 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവർ ചോദിക്കുന്നത് എത്രാമത്തെയാ? ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന് പറയുമ്പോൾ ഡിഫ്രാക്ഷനിൽ സാർ ഇൻഡിഫറൻസിൽ സാർ പറഞ്ഞു ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ n ഈക്വൽ ടു 0 നിന്ന് വേണം തുടങ്ങാൻ. പക്ഷേ ഡിഫ്രാക്ഷനിൽ ഈ ഫോർമുല വരുമ്പോൾ വി സ്റ്റാർട്ട് ഫ്രം n ഈക്വൽ ടു 1. അതാണ് ഡിഫറൻസ് കേട്ടോ. അപ്പൊ ഇവര് പറയുന്നത് എത്രാമത്തെയാ? ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1 ആണ്. സോ ദാറ്റ് വിൽ ബി 2 into 1. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 1 ആണ്. 2 into 1 + 1 into ലാംഡ ബൈ ഡിയുടെ വാല്യൂ നമുക്കറിയാം. ലാംഡ ബൈ ഡിന്റെ വാല്യൂ 1/2 ആണ്. 1/2 into 2. That will be 2 + 1 3. 3/4 എന്നാണ് വരുന്നത്. അപ്പൊ തീറ്റ വിൽ ബി കറസ്പോണ്ടിങ് ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/4. സൈൻ തീറ്റ 3/4 എന്ന് വന്നു. തീറ്റ വിൽ ബി സൈൻ ഇൻവേഴ്സ് 3/4. സോ മക്കളെ, അപ്പൊ രണ്ട് കേസ് കണ്ടീഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. കണ്ടുപിടിക്കേണ്ടത് സൈൻ തീറ്റ ഫോർ ദി ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ. സെക്കൻഡറി മാക്സിമയുടെ കണ്ടീഷൻ ആണ് 2n + 1 ലാംഡ ബൈ 2d. തീറ്റ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ എനിക്ക് ലാംഡ ബൈ ഡിന്റെ വാല്യൂ അറിയത്തില്ല. അതിനുവേണ്ടി അവർ ഫസ്റ്റ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് മിനിമം എന്ന് പറയുന്നത് സൈൻ 30 ഈക്വൽ ടു n ലാംഡ ബൈ സ്മോൾ ഡി ആണ് ഫസ്റ്റ് മിനിമം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് മിനിമത്തിന്റെ കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് മിനിമത്തിന്റെ കണ്ടീഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ എഴുതി. ഓക്കെ, സോ ഫസ്റ്റ് മിനിമം വരുന്നത് സൈൻ 30 ഈക്വൽ ടു n ലാംഡ ബൈ സ്മോൾ ഡി ആണ് ഫസ്റ്റ് മിനിമം വരുന്നത്. അപ്പൊ ആ ഫസ്റ്റ് മിനിമത്തിന്റെ കണ്ടീഷൻ യൂസ് ചെയ്ത് ഐ റോട്ട് ദ വാല്യൂ. നമുക്ക് മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്കിത്? ഒന്നുകൂടെ പറയണോ സാറേ? ഇസ് ഇറ്റ് ക്ലിയർ? കേൾക്കുന്നില്ലേ? ടിങ് ടോങ്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? Yes, sir. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
2 ഇക്വേഷൻസ് യൂസ് ചെയ്തു എന്നിട്ട് Sir, ഡയറക്റ്റ് can you explain? എക്സ്പ്ലെയിൻ ചെയ്യാം. എവിടെയാ മോന് ഡൗട്ട് വന്നതെന്ന് പറയോ ഡൗട്ടാ? Sir, range issue വന്നപ്പോ മൊത്തം കട്ടായി. ഓ ഫൈൻ. അത് നീ പേടിക്കണ്ട, സാർ ഇതിന്റെ റെക്കോർഡ് സെഷൻസ് അയച്ചുതരാം കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. ഇതിന്റെ റെക്കോർഡ് സെഷൻസ് സാർ അയച്ചുതരാം, അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട. അപ്പൊ ഒന്നും ചെയ്തില്ല കുട്ടാ, നമ്മൾ സൈൻ തീറ്റയുടെ ഫോമുല 2ന്റെ ഫോമുല എഴുതി. ഇത് നമ്മുടെ മാക്സിമയുടെ ഫോമുലയാണ്. ഈ ഫോമുല എന്ന് പറയുന്നത് മാക്സിമയുടെ ഫോമുല. ദിസ് ഇസ് എ ഫോമുല ഫോർ മാക്സിമ. ഓക്കെ, ദിസ് ഇസ് എ ഫോമുല ഫോർ മിനിമ. അപ്പൊ മാക്സിമയുടെ ഫോമുലയും മിനിമയുടെ ഫോമുലയും നമ്മൾ എഴുതി. മാക്സിമയുടെ ഫോമുലയും മിനിമയുടെ ഫോമുലയും എഴുതി. എന്നിട്ട് രണ്ടിന്നും നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിച്ചു. ആൻഡ് ദെൻ വി ഈക്വേറ്റഡ്. അത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ മാക്സിമയുടെ ഫോമുല എഴുതുമ്പോൾ 2n + 1 × λ/2d യൂസ് ചെയ്തു. നമ്മൾ തീറ്റ അവിടെ നിന്ന് കണ്ടുപിടിക്കണം. പക്ഷെ എനിക്ക് λ/d വാല്യൂ അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനാണ് എനിക്ക് മിനിമയുടെ ഫോമുല ഉള്ളത്. ഡിഫ്രാക്ഷൻ ആണ്, ഓർക്കണം. അപ്പൊ മിനിമ എന്ന് പറയുമ്പോൾ sin 30 = n λ/d. അപ്പൊ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ sin 30 λ/d എനിക്ക് 1/2 എന്ന് കിട്ടി. ആ λ/d ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. 2 വട്ടം ആ ഫോമുല യൂസ് ചെയ്തു, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 38. A beam of light lambda equal to 600 nanometer from a distant source falls on a single slit 1 millimeter wide. അപ്പോൾ ലാംഡ തന്നിട്ടുണ്ട്, സോഴ്സ് ഡിസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്, സിംഗിൾ സ്ലിറ്റ് ആണ്, 1 millimeter ആണ്. അപ്പൊ എന്റെ വാല്യൂ 1 millimeter ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു 600 നാനോമീറ്റർ ആണ്. ഓക്കെ, സ്ക്രീനിന്റെ ഡിസ്റ്റൻസ് പറയുന്നുണ്ട് 2 meter away ആണ്. The distance between first dark fringes on either side of the central bright fringe. മക്കളെ ഒന്നുമില്ല, ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അവർ ചോദിക്കുന്നത് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, നടുക്ക് മാക്സിമയാണല്ലോ വരുന്നത്, അടുത്തത് ഡാർക്ക്, ഇത് ഡാർക്ക് ആണ്. അപ്പൊ ഈ 2 ഡാർക്കിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അവർ ചോദിക്കുന്നത്, അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ഓൺ either സൈഡ് ഓഫ് ദി സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് പറയാമോ ആർക്കെങ്കിലും? 2 ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? ഈ 2 ഡാർക്ക് ഫ്രിഞ്ചിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് ആണ്. നോക്കിക്കേ സാർ, വരച്ചേക്ക് നോക്കിയേ, ഇതാണ് എന്റെ ഡാർക്ക് ഫ്രിഞ്ച്, ദിസ് ഇസ് മൈ ഡാർക്ക് ഫ്രിഞ്ച്, ദിസ് ഇസ് മൈ ഡാർക്ക് ഫ്രിഞ്ച്. The distance between the first dark fringe, ഈ 2 ഡാർക്ക് ഫ്രിഞ്ചിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇതല്ലേ നമ്മുടെ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് ആണത്. ഇപ്പൊ സെൻട്രൽ മാക്സിമ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഇസ് കറസ്പോണ്ടിങ് ടു 2 λd/d or a. ഇതാണ് സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത്. അതാണ് അവർ ഇൻഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചസ് ഓൺ either സൈഡ് ഓഫ് ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടീഷൻ. സോ ദാറ്റ് വിൽ ബി 2 × ലാംഡ എന്ന് പറയുമ്പോൾ 600 വരും, നാനോമീറ്റർ ആണ്, അപ്പൊ 10⁻⁹. ഡി എന്ന് പറയുന്നത് 2 ആണ്, ആൻഡ് വാട്ട് ഇസ് എ? 1 millimeter, 10⁻⁻3. സോ ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു 10⁻⁻6, 1 to 10⁻⁴, 6 is 12, 12 is 24, 24 × 10⁻⁴, അല്ലെങ്കിൽ 2.4 × 10⁻⁻3. 2.4 millimeter ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. 2.4 millimeter. 24 × 10⁻⁴ എന്ന് വരും, അല്ലെങ്കിൽ 2.4 × 10⁻�3 എന്ന് വരും. ദാറ്റ്സ് ആക്ച്വലി 2.4 millimeter, which is our answer for the question. അപ്പൊ നമ്മൾ ചെയ്ത മെത്തഡോളജിയാണ് സാർ പറഞ്ഞത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. So that is the idea. First dark fringe-ന്റെയും on either side of the central maxima എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് ആണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് ആണ് നമുക്ക് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി സാർ ആദ്യം പറയാതിരുന്ന ഒരു പോയിന്റ് സാർ ആഡ് ഓൺ ചെയ്യട്ടെ. മക്കൾ ഇവിടെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ലിസൺ ഹിയർ കെയർഫുള്ളി. ഞാൻ ആദ്യം ഈ പോയിന്റ് പറഞ്ഞില്ല, റെസൊല്യൂഷനെ കുറിച്ചും റിസോൾവിംഗ് പവറെ കുറിച്ചും. ഓക്കെ, റിസോൾവിംഗ് പവർ എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഇസ് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് കാണണമെങ്കിൽ നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയും. അതായത് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് നീഡഡ് ടു സീ ദം ആസ് ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ്. രണ്ട് ഒബ്ജക്ട്സിനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വിരലിങ്ങനെ ചേർത്ത് വെച്ചു, നിങ്ങൾക്ക് ആക്ച്വലി അതിനെ രണ്ടായിട്ട് കാണാം. ദ മിനിമം ഡിസ്റ്റൻസ് നീഡഡ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് so that you can separately see them as two distinct images. അതിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ സാറ് പറയാം. രണ്ട് ഡോട്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഇട്ടു. ഈ രണ്ട് ഡോട്ടും രണ്ട് ഡോട്ടായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ there has to be a minimum difference. ഇതൊന്ന് സൂം ചെയ്യട്ടെ കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഡോട്ടിന്റെ വ്യത്യാസമൊന്നും വന്നില്ല, സൂം ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലാവില്ലേ? ഓക്കെ, എനിവേ ഐഡിയ ഇത്രയേ ഉള്ളൂ മക്കളെ. ഞാൻ രണ്ട് ഡോട്ട് സ്ക്രീനിലിട്ടു. ഈ രണ്ട് ഡോട്ടും രണ്ടായിട്ട് കാണണമെങ്കിൽ ഇവർ തമ്മിൽ എന്തായിരിക്കണം മിനിമം ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ടു സെപ്പറേറ്റ്ലി വ്യൂ ടു ഡിസ്റ്റന്റ് ഇമേജസ് ഓഫ് ടു ഒബ്ജക്ട്സ്. രണ്ടുപേരെ രണ്ടായി കാണാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ കഴിവ്, അതിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. രണ്ടുപേരെ വളരെ അടുത്തടുത്തിരിക്കുന്ന രണ്ടുപേരെ രണ്ടായി കാണുവാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പവർ, കഴിവ്, അതാണ് റിസോൾവിംഗ് പവർ. ഓക്കെ, നമ്മള് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും റിസോൾവിംഗ് പവറും പറയുന്നത് രണ്ടു പേർക്കാണ്. ഒന്ന് ടെലിസ്കോപ്പിനും മറ്റൊന്ന് മൈക്രോസ്കോപ്പിനും. മക്കൾ ഓർത്ത് വെക്കണം ഈ ഇക്വേഷൻസ്. ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻസ് വരും. 1.22 ലാംഡ ബൈ ഡി, ഇത് ടെലിസ്കോപ്പിനാണ്. ടെലിസ്കോപ്പ് theta is limit of resolution. Limit of resolution. Okay. D എന്ന് വെച്ചാൽ ഡയമീറ്റർ ആണ്, and lambda is the wavelength. Resolving power ഇങ്ങനെയാണ് എഴുതുന്നത്, D divided by 1.22 lambda. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി. നമുക്ക് മനസ്സിലായോ? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷന്റെ നേരെ റെസിപ്രോക്കൽ ആണ് എന്ത്, നമ്മുടെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പൊ റിസോൾവിംഗ് പവർ നേരെ തല തിരിച്ചിടുക, വേറെ ഒന്നുമില്ല. റിസോൾവിംഗ് പവർ നേരെ തല തിരിച്ചിട്ടു, അതാണ് ടെലിസ്കോപ്പിന്റെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, P ഈക്വൽ ടു 1/θ ആണ്, നേരെ തിരിച്ചിടുന്നതാണ്. മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എടുക്കുമ്പോ നമുക്ക് ആദ്യം തീറ്റ എഴുതാം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ തീറ്റ, തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ 2 mu sin 5. ഓക്കെ, ഇവിടെ 2 mu sin 5. അപ്പോ ഈ 5 എന്ന് വെച്ചാൽ ആംഗിൾ മെയ്ഡ് ബൈ ദി, 5 is ആംഗിൾ മെയ്ഡ് ബൈ, എഴുതി വെക്കണേ മക്കളെ, ആംഗിൾ മെയ്ഡ് ബൈ diameter of the object, angle with which diameter of the, ഒന്ന് എഴുതി വെച്ച മക്കളെ, 5 is the angle with which diameter of the object makes with the object. Angle made by the diameter of object with the object. Angle made by diameter of object with object. അതാണ് 5. നമ്മൾ ശരിക്കും 2.5 ആയിട്ട് എടുക്കുന്നത് അത്. ഓക്കെ, സോ അടുത്തത് ഇതിന്റെ പവർ എഴുതാം. റിസോൾവിംഗ് പവർ, പവർ വിൽ ബി ഇതിന്റെ നേരെ റെസിപ്രോക്കൽ 2 mu sin 5 by lambda. അറിയൊന്നുമില്ല. അപ്പൊ തീറ്റ is the limit of resolution, P is the resolving power. Theta limit of resolution. മൈക്രോസ്കോപ്പിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചേ കാണാറുള്ളൂ നമ്മള്, കൂടുതലും നമ്മൾ ടെലിസ്കോപ്പിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത് കേട്ടോ. അപ്പൊ തീറ്റ 1.22 ലാംഡ ബൈ ഡി, ടെലിസ്കോപ്പിന്റെ റിസോൾവിംഗ് പവർ അതിന്റെ റെസിപ്രോക്കൽ ആണ്. മൈക്രോസ്കോപ്പും അങ്ങനെ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ 2 mu sin 5. മ്യൂ എന്താണെന്ന് അറിയാലോ, മ്യൂ ഇസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഒന്നല്ലെങ്കിൽ മ്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ എൻ എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ യൂസ് ചെയ്യാന്ന് അറിയാലോ. മ്യൂ എന്ന് പറഞ്ഞാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, എൻ എന്ന് പറഞ്ഞാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ either of the letters you can use there, no problem. So lambda by 2 mu sin 5 ആണ് നമ്മുടെ കണ്ടീഷൻ ഫോർ മൈക്രോസ്കോപ്പ്. മക്കൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ? Have you noted this down? Yes sir. Okay. സോ നമുക്ക് വേറെ രണ്ട് ക്വസ്റ്റ്യൻസിലേക്കും കൂടി പോയി നമുക്ക് ഈ സെഷൻ സ്ലോലി വൈൻഡ് അപ്പ് ചെയ്യാം. സർ റബ്ബ് ചെയ്തോട്ടെ, ഇത് എല്ലാവരും എഴുതി വെച്ചോ? Yes, sir. ഓക്കെ, സോ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് we shall wind up the session.
2 മണിക്ക് ഇന്ന് എക്സാം അല്ല, 2 മണിക്ക് ഇന്ന് 1 hour ക്ലാസ് ഉണ്ട്. ഒരു 45 minutes ഒക്കെ മതി നമുക്ക്. അതിനുശേഷം നമുക്ക് എക്സാം എഴുതണം കേട്ടോ ഇന്ന്. സോ ബി റെഡി ഫോർ ദാറ്റ്. സാർ ഒരു ഗ്യാപ്പ് തരാം, ഒരു 45 minutes എടുത്തിട്ട് സാർ ഒരു ഗ്യാപ്പ് തരാം. Then you can write the exam at 3 o'clock. Okay, so next question. പോളറൈസേഷന്റെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഈ റെസൊല്യൂഷന്റെ ക്വസ്റ്റ്യൻ മക്കളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പേപ്പറിലുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഫോർമുല ബേസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ മെറ്റീരിയലുള്ള റെസൊല്യൂഷന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. എന്തെങ്കിലും കിട്ടായോ ബുദ്ധിമുട്ടോ വന്നാൽ സാറിനോട് ചോദിക്കണം. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ, ദ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോർ എ ഇന്റർഫേസ് ഷുഡ് ബി. ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോർ എൻ ഇന്റർഫേസ് ഷുഡ് ബി. ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഇസ് എ ആംഗിൾ അറ്റ് വിച്ച്, എന്തായിരുന്നു ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ആംഗിൾ അറ്റ് വിച്ച്, ഓർമ്മയുണ്ടോ? ടാൻ ഐ പി ഇസ് ഈക്വൽ ടു, സാർ എഴുതിയത് ടാൻ ഐ പി ഇസ് ഈക്വൽ ടു മ്യൂ എന്നാണ് സാർ എഴുതിയത് അല്ലെ? ഞാൻ പറഞ്ഞു ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗിൾ അറ്റ് വിച്ച്, or polarizing angle is the angle at which the reflected light will be plane polarized. Reflected ആകുന്ന ലൈറ്റ് പോളറൈസ്ഡ് ആകുന്ന ആംഗിൾ ആണ് ബ്രൂസ്റ്റേഴ്സ് ലോ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ സ്പെസിഫൈ ചെയ്യുന്നത്. പോളറൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഐ ആണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി നേരെ പകുതിയാകുക, അതാണ് പോളറൈസിങ്. നമ്മുടെ കാറിന്റെ വിൻഷീൽഡ്, നമ്മുടെ സൺഗ്ലാസ്, നല്ല നല്ല സൺഗ്ലാസ് മേടിച്ചാൽ അതിനകത്തൊക്കെ ഈ പോളറൈസിങ് ഷീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പോളറൈസിങ് ഷീറ്റ് കാരണമാണ് ഇന്റൻസിറ്റി പകുതിയാകുന്നത്. അപ്പൊ പോളറൈസിങ് ഷീറ്റ് ഇല്ലാതെയും ഇത് നടക്കുന്നു. എപ്പോ ലൈറ്റ് ഈ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്ന ആംഗിളിലാണ് വന്ന് ഒരു സർഫസിൽ ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ അഗെയിൻ ടേക്സ് പ്ലേസ്. അപ്പൊ ഇവിടെ വരേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. IP should lie between, or the Brewster's angle should lie between 45 degree and 90 degree. 45 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിൽ വരണം, എന്നാൽ മാത്രമേ ഈ ബ്രൂസ്റ്റേഴ്സ് ലോ അവിടെ വാലിഡ് ആവത്തുള്ളൂ. Okay, so the answer should be option C should be the answer for the question. It should lie between 45 degree and 90 degree. Okay. ഇനി അടുത്തൊരു question number 48 നമുക്കൊന്ന് ചെയ്യാം. Okay. Two Polaroids P1 and P2 are placed with their axis perpendicular to each other. മക്കളെ, ഇതാണ് ഇവിടെ വരാൻ പറ്റുന്ന ഒരു മാക്സിമം ക്വസ്റ്റ്യൻ ആണ് പോളറൈസിംഗിൽ വരാൻ പറ്റുന്നത്. അപ്പൊ ഒരെണ്ണം P1 ഉണ്ട്, മറ്റത് P2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവർ വെച്ചിട്ടുള്ളത് വിത്ത് ദർ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പൊ സാർ നേരെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, സ്ട്രെയിറ്റ് ലൈൻ വ്യൂ ആണെങ്കിൽ ഇങ്ങനെ വരും ഇത് കാണാൻ. ഞാനത് ചെരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ നോക്കുവാണ്. ട്രൈങ് ടു അഡ്ജസ്റ്റ് ഇറ്റ്, അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരെണ്ണം ഇങ്ങനെ, മറ്റത് ഇങ്ങനെ. സാർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വേണ്ട, ഇങ്ങനെ തന്നെ വരയ്ക്കാം, കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. They are placed perpendicular to each other. Fine. Unpolarized light I0 is incident on P1. മക്കൾ ഓർക്കുക, I0 എന്ന ലൈറ്റ് ഈ പോളറൈസറിൽ കയറി കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തേക്ക് വരുന്നത് I0/2 ആയിരിക്കും. ഓർക്കുക കേട്ടോ, പോളറൈസറിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് I0/2 ആണ്. A third Polaroid is kept in between P1 and P2 such that its axis make an angle 45 degree that of P1. അപ്പോ ഈ കണ്ടീഷനിൽ എന്താ പറയുന്നത്? ഈ P1ഉം P2 എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലെ? ഇതിന്റെ ഇടയിൽ നമ്മളൊരു പോളറോയിഡ് വെച്ചു. എങ്ങനെയാ വെച്ചത്? അറ്റ് an angle of 45 degree. അറ്റ് an angle of 45 degree ആണ് നമ്മൾ ആ പോളറോയിഡ് വെച്ചത്. അപ്പൊ മക്കളെ, ഈ പോളറോയിഡിന്റെ 45 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഇതാണ് 45 ഡിഗ്രിയിലുള്ള പോളറോയിഡ്. ഈ പോളറോയിഡിന്റെ പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. I coming from the I3, ഇത് നമ്മുടെ 3 ആണല്ലോ. അപ്പൊ I3 will be അകത്തേക്ക് കയറുന്ന ഇന്റൻസിറ്റി. ഇവന്റെ അകത്തേക്ക് കയറുന്നത് I0/2 ആണ്. I0/2 ആണ് into cos square theta. So that is equal to I0/2 into cos square theta എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. Cos square 45. Cos square 45. Cos 45 1/√2. Cos square 45 1/2. So I0/4. മക്കളെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർക്കുക, ഒരു പോളറോയിഡിനകത്ത് ലൈറ്റ് കയറി ലൈറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ ഇന്റൻസിറ്റി നേരെ പകുതിയാകും. ഫസ്റ്റ് പോളറോയിഡിനകത്ത് ലൈറ്റ് കയറി ഇറങ്ങുമ്പോൾ
ഓർക്കണം, ഫസ്റ്റ് പോളറോയിഡിനകത്ത് ലൈറ്റ് കയറി ഇറങ്ങുമ്പോൾ അവന്റെ ഇന്റൻസിറ്റി നേരെ പകുതിയായി. പിന്നെ നമ്മൾ ലോ ഓഫ് മാലസ് അപ്ലൈ ചെയ്യണം. ലോ ഓഫ് മാലസ്. അപ്പൊ P3 എന്ന പോളറോയിഡ് ഇതിന്റെ ഇടയിൽ കൊണ്ടുവച്ചു, ആംഗിൾ 45 ഡിഗ്രിയിൽ. ഓക്കെ, അപ്പൊ P3യിൽ കയറുന്ന ഇന്റൻസിറ്റി എന്താണ്? ഫസ്റ്റ് പോളറോയിഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി, അതായത് I0/2 ആണ് P3യുടെ അകത്ത് കയറുന്നത്. അപ്പൊ അത് ബേസ് ചെയ്താണ് സാർ ഇവിടെ ചെയ്തത്. I0/2 കയറി ഇൻറ്റു cos സ്ക്വയർ തീറ്റ. അപ്പൊ നമുക്ക് I0/4 എന്ന് കിട്ടി. ഇനി ഈ P3 എന്ന് വരുന്ന ലൈറ്റ് എങ്ങോട്ട് കയറും? P2യിലേക്ക് കയറും. P3യിൽ നിന്ന് വരുന്ന ലൈറ്റ് എങ്ങോട്ട് കയറും? P2യിലേക്ക്, അല്ലെ? അപ്പൊ P2ന്റെ പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ I2 എന്ന് നമുക്ക് എഴുതാം. I2 will be corresponding to ഈ P2യിൽ കയറുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താ? I0/4 ആണ്. I0/4 cos സ്ക്വയർ. ആംഗിൾ എന്താ? P3യും P2യും തമ്മിലുള്ളത് 45 ഡിഗ്രി ആണ്. So that is equal to I0/4 into 1/2. That is I0/8 is the answer. ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആദ്യം ഒരു പോളറോയിഡിനകത്ത് ലൈറ്റ് കയറുമ്പോൾ ഇന്റൻസിറ്റി നേരെ പകുതിയായി. അടുത്ത പോളറോയിഡിന്റെ ആംഗിൾ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് പോളറോയിഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് ആണ് അടുത്ത പോളറോയിഡിന്റെ. അപ്പൊ പിന്നെ cos സ്ക്വയർ തീറ്റ കണ്ടീഷൻ അവിടെ യൂസ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പൊ 4 പോളറോയിഡ് ഉണ്ടെങ്കിൽ 4 എണ്ണം അങ്ങനെ ബിൽഡ് ചെയ്ത് പോവുക. ദാറ്റ്സ് എ ലോജിക് ഇൻ കേസ് ഓഫ് എ പോളറൈസേഷൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മക്കൾക്ക് മനസ്സിലായോ മെത്തേഡ്? ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? Yes, sir. അനീന, Yes, sir. അന്ന, Yes, sir. ഹദി, Yes, sir. കിരൺ, sir. റഫ, Yes, sir. Clear. വിശ്വ, Yes, sir. വിവേക്. Yes, sir. ഓൾറൈറ്റ്. ഓക്കെ മക്കളെ, സോ ഇതിനകത്തുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് മക്കൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കണം. സാർ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉള്ള ഒരു ചെറിയ വീഡിയോ കൂടി സാർ അയച്ചു തരാം. ആ വീഡിയോ കൂടി നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ടേക്ക് എ ബ്രേക്ക്, ഹാവ് യുവർ ഫുഡ് ആൻഡ് എവറിത്തിങ്. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ ഉള്ള ഒരു വീഡിയോ കൂടി സാർ അയച്ചു തരാം. ആ വീഡിയോ കൂടി മക്കളൊന്ന് കാണണം കേട്ടോ. ആ വീഡിയോ കൂടി ഒന്ന് കാണുക. അപ്പൊ ഫോർമുലാസ് ഒന്നുകൂടെ റിവൈസ് ആവും. ഇരുന്ന് കാണുക ആ വീഡിയോ. The formulas will get revised once again and you will get some additional formulas also from there. ഓക്കെ, അതിനകത്ത് മക്കൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സാർ ഈ സെഷൻ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഉള്ള കുറച്ച് ഫോർമുലാസ് അതിൽ നിന്ന് കിട്ടും. അതുകൂടി നിങ്ങളൊന്ന് നോക്കി ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് ഫോർ യു. ഓക്കെ ഓക്കെ മക്കളെ, then let's wind up the session for now. നമുക്ക് 2 മണിക്ക് കാണാം. So till then, take care everyone. Bye bye. Thank you.